അപ്പൊ ഒരാചാര്യൻ നമുക്കുണ്ടായിരിക്കണം. ആചാര്യോപാസനം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആചരിച്ചു കാണിക്കുന്നവൻ ആണ്. എന്താണ് അവൻ ആചരിക്കുന്നത്? ശാസ്ത്രങ്ങളെ ആചരിക്കുന്നു. ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞത് അതിനെ ആചരിച്ച് കാണിച്ചിട്ടുള്ള ഒരാളെ നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കുക, അവരുടെ സമീപത്ത് പോയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരു ഉണ്ടായിരിക്കട്ടെ. സൂര്യനെ ഗുരുവായിട്ട് സ്വീകരിക്കാം. സമുദ്രത്തെ, ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുരു സങ്കല്പം നന്നായി ബോധ്യമായിട്ടുണ്ടാവും, ഇല്ലേ? ആർക്കും എവിടെ നിന്നും സ്വീകരിക്കാവുന്നതാണ് ഗുരു എന്നുള്ളത്. പക്ഷെ ഒരിക്കൽ സമർപ്പിതനായാൽ പിന്നെ അവിടെ സമർപ്പിതനാവണം എന്ന് പറയാം. അതിൽ പിന്നെ സംശയത്തിന്റെ ആവശ്യം പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു കീഴടങ്ങൽ. എവിടെയെങ്കിലും ഒന്ന് കീഴടങ്ങണമല്ലോ, എവിടെയെങ്കിലും ഒന്ന് തല കുനിക്കേണ്ടതുണ്ട് എന്ന് പറയും. ആചാര്യോപാസനം. ശൗചം. ശൗചം എന്ന് പറഞ്ഞാൽ ശുചിത്വം. ശുചിത്വം ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. ശൗചം പഞ്ചവിധം പറഞ്ഞിട്ടുള്ളതാണ്. വാക്ശൗചം, ശരീരശൗചം, കർമ്മശൗചം, കുലശൗചം, മനഃശൗചം ഇത്യാദികളൊക്കെ. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരത എന്ന് പറയുക, ഒരു ഉറച്ചു നിൽപ്പ്. ഇതിങ്ങനെ ചാടിക്കളിക്കുക. ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് സ്ഥിരത, സ്ഥൈര്യം, സ്ഥിരത. എട്ടാമത്തെ ഗുണമാണ് സ്ഥൈര്യം, സ്ഥിരത. പറയുന്നു ആത്മവിനിഗ്രഹ. ആത്മവിനിഗ്രഹ എന്ന് പറഞ്ഞാൽ ആത്മസംയമനം. തന്നെ നിയമനം ചെയ്യാൻ ഒരു നിയന്ത്രണം തനിക്ക്. എന്താ, എല്ലാ പ്രകാരത്തിലും നമുക്ക് നമ്മളിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകളിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഗീതയുടെ വെളിച്ചത്തിൽ ചിന്തകളെ പോലും നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ്. ചിന്തകളിൽ പോലും പ്രാബല്യം ഉണ്ടായിരിക്കുക. ഗീത നമുക്ക് തരുന്ന കരുത്ത് അതാണ്. ചിന്തകളിൽ പോലും നമുക്ക് നമ്മളിൽ ഒരു നിയന്ത്രണം വേണം എന്ന് പറയാം. തുടർന്ന് ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവ ച ജന്മമൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭിഷ്വംഗഃ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും ഒരു വിരക്തി. വിരക്തി എന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പം നമ്മൾ തെറ്റായിട്ട് ധരിക്കും. കാരണം ഇന്ദ്രിയങ്ങൾ നമുക്ക് എപ്പോഴും സുഖം തന്നുകൊണ്ടിരിക്കും. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ ബലമായി നിഗ്രഹിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്, പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സത്യം അറിഞ്ഞിരിക്കണം. നമ്മൾ എന്താ അറിയേണ്ടത്? ഇതിന്റെ സ്വഭാവമാണ് ഇത് എന്നും, അതുകൊണ്ട് ഞാൻ ഒന്ന് മുകളിൽ നിൽക്കേണ്ടതുണ്ട്. തൽക്കാലം അവനിങ്ങനെ കളിക്കട്ടെ. കുട്ടികൾ കളിക്കുമ്പോൾ കാണില്ലേ ഇതുപോലെ ഒന്ന് മുകളിൽ വിരാജിക്കണം എന്ന് പറയാം. അതാണ് അതിന്റെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളിലുമുള്ള വൈരാഗ്യം, വിരക്തി. വൈരാഗ്യം. അനഹങ്കാര. അഹങ്കാരം ഇല്ലായ്മ. അനഹങ്കാരം 11ാമത്തെ ഗുണം. തുടർന്ന് പറയുന്നു ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. വിശേഷപ്പെട്ടതാ. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. എന്തൊക്കെയാണ്? ജന്മം, ജനനം, അതുപോലെ മരണം, അതുപോലെ വാർദ്ധക്യം, അതുപോലെ രോഗം. ഇതില് ദുഃഖമെന്ന ദോഷം കാണുക. ഇത് വേണ്ട എന്ന് പറയാം. ഈ വിരുദ്ധങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ ആ അനുഭവങ്ങളെ ഓർത്തോർത്ത് വെക്കുക.
എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ വെറുതെ വർത്തമാനത്തെ നശിപ്പിക്കുക. ഓരോരോ അനുഭവങ്ങൾ വരുമ്പം ആ അനുഭവങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുക. ഇത് ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല എന്ന് പറയുക, അജ്ഞാനത്തിന്റെ ലക്ഷണം. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ ലക്ഷണം ഇവിടെ പറഞ്ഞതാ. തുടർന്ന് പുത്രധാര ഗൃഹാദിഷു അസക്തി, തരക്കേടില്ല. പുത്രൻ, അതുപോലെ ഭാര്യ, ഗൃഹാദിഷു, ഗൃഹം മുതലായിട്ടുള്ളതിൽ അസക്തി, മനസ്സ് ഒട്ടലില്ലാതെ. അപ്പൊ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സ്വസ്ഥത പോകുന്നുണ്ടോ? ഉണ്ട്, പോകുന്നുണ്ട്. വീട്ടിലൊരു മാസത്തെ വാട്ടർ ബില്ല് കൂടിയാൽ പോവില്ലേ? പോവല്ലോ. ഗൃഹസംബന്ധമായിട്ടുള്ളതാണ്, ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല. വെറുതെ നിങ്ങൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഈ സ്വാമി എന്തായി പറയുന്നത്? സ്വാമി പറയുന്നത് ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണെങ്കിൽ തുറന്നു വെക്കാൻ നമുക്ക്, ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ തുറന്നു വെക്കാൻ സാധിക്കണം. അപ്പൊ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീട്ടിലെല്ലാവരും കൂടിയിരിക്കേണ്ടത് ആവശ്യമാണ്. രാത്രിയെങ്കിലും ഊണ് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് കൂടിയിരുന്നിട്ട് കാര്യങ്ങൾ പറയാം. ഇതാ ഇലക്ട്രിക് ബില്ല് കൂടിയിട്ടുണ്ട്, ടെലിഫോൺ ബില്ല് കൂടിയിട്ടുണ്ട്, വെള്ളത്തിന്റെ ഇത് കൂടിയിട്ടുണ്ട്, ഇതിങ്ങനെ പലതും ഇങ്ങനെ കൂടി വരികയാണല്ലോ, എന്താ ഇപ്പൊ ചെയ്യാൻ? നമുക്ക് എല്ലാവരും കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് എന്താ പറയുക, അതിനൊരു പരിഹാരം ഉണ്ടാവും. ഇത് ചിലപ്പം വാശിയിൽ കൂടും പലതും. അച്ഛനോടുള്ള വാശിയിൽ മകൻ എന്ത് ചെയ്യും? ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്ത് വെച്ച് പോകും. കൊടുക്കട്ടെ, മൂപ്പർക്ക് കൊടുക്കാനുള്ള പണി ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമുക്കറിയില്ല നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന്. ഗീസറൊക്കെ ഓൺ ചെയ്തിട്ടും പൈപ്പ് ഓൺ ചെയ്ത് വെക്കും, വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പലതും ചെയ്യും. നമ്മൾ അവർക്ക് എതിര് നിന്ന് കഴിഞ്ഞാൽ അവർ സ്വയം നശിക്കാൻ വരെ തയ്യാറാണ്. പിന്നെയാണോ നശിപ്പിക്കാൻ ഇത്ര വിഷമം? അതുകൊണ്ട് ഈ നമ്മൾ കൂടിയിരുന്ന് ഈ കാര്യം ചർച്ച ചെയ്യാത്തതാണ് വലിയൊരു വിഷമം. അതുകൊണ്ട് കൂടിയിരിക്കുക, ഈ കാര്യങ്ങളിലൊക്കെ ഒരു തുറന്ന ചർച്ച ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ നിസ്സംഗത പാലിക്കാൻ പറ്റും. എങ്ങനെയാ ഈ സംഘത്തിൽ നിന്ന് നിസ്സംഗനാകുന്നത്? ഈ കാര്യം ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ. കൂട്ടായ്മ ഉണ്ടാവുമ്പോൾ നമുക്കതിൽ വലിയ ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സംഘം. ഇവിടെ പറഞ്ഞത് ഇത് ഞാനെല്ലാം അങ്ങോട്ട് എടുത്തിരിക്കുക, അത് ഞാൻ, ഇത് ഞാൻ. ഞാൻ അറിയാതെ ഒരു സംഗതി നടക്കാൻ പാടില്ല, അല്ലേ? എല്ലാ സംഗതിയിലും. ഒരു ആള് ഒരു കമ്പനിയിലെ മാനേജരാണ്. കമ്പനിയുടെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പുതിയതായിട്ട് എടുത്തതാ. അപ്പൊ അദ്ദേഹം കമ്പനിയിൽ എന്ത് സാധനങ്ങൾ, അദ്ദേഹം ആദ്യം തന്നെ വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചു. ഞാൻ അറിയാതെ ഒരു മൊട്ടുസൂചി ഇങ്ങോട്ടും വരാൻ പാടില്ല, ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പാടില്ല. മൊട്ടുസൂചി മേടിക്കുന്നത് ഞാൻ അറിയണം. ഇദ്ദേഹം സൈൻ ചെയ്തിട്ടേ സാധനം പോവുള്ളൂ, ഏത് ബില്ലും. അപ്പൊ അവിടെ അനാവശ്യമായിട്ട് പല സാധനങ്ങളും എന്താ പറയുക ഉപയോഗിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഓരോ ദിവസവും ഉച്ചയ്ക്ക് ഈ പേപ്പർ ക്ലിപ്പ് ചെയ്യുന്ന ജം ക്ലിപ്പില്ലേ, ഈ സാധനം അവിടെ ഒരു 25 എണ്ണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വേസ്റ്റ് ആവുന്നുണ്ട് എന്ന്. അതെങ്ങനെയാണ്? എല്ലാവരും ഊണ് കഴിഞ്ഞാൽ ഇത് ഓരോന്നും എടുത്തിട്ട് പല്ലിന്റെ ഇടയിലിട്ട് ഇതാക്കും. അപ്പൊ അദ്ദേഹം ആദ്യം അത് നിരോധിച്ചു. അങ്ങനെ വലിയ ലാഭമുണ്ടായി. ഇങ്ങനെ പലതിനും അദ്ദേഹം നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് ബില്ല് അദ്ദേഹം സെക്യൂരിറ്റിയെ പ്രത്യേകം ഏൽപ്പിച്ചു. ഇത്ര മണിക്ക് ഇന്നെ ഇതൊക്കെ AC ഒക്കെ ഓഫ് ചെയ്യണം, ഇത്ര നേരത്തെ, അങ്ങനെ ഇങ്ങനെ. ചുരുക്കി പറഞ്ഞാൽ കമ്പനിക്ക് വലിയൊരു ലാഭം ഇദ്ദേഹത്തിനെ കൊണ്ട് ഉണ്ടായി, ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇടപെടൽ കാരണം. അങ്ങനെ അദ്ദേഹം ആലോചിച്ചു, എന്തുകൊണ്ട് വീട്ടിൽ ഇത് സാധിക്കില്ല? വീട്ടിലും അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാൻ അറിയാതെ ഒരു പരിപാടി ഇനി ഇവിടെ നടക്കില്ല, എല്ലാം എനിക്ക് പേപ്പർ എഴുതി തരണം, നേരത്തെ എഴുതി തരണം. ഭാര്യയോട് പറഞ്ഞു, സൗകര്യമുള്ളവർ ഇവിടെ കഴിഞ്ഞാൽ മതി, ഇല്ലാത്തവർക്ക് പോവാം.
ഫാക്ടറിയിലും ഇദ്ദേഹം അങ്ങനെ തന്നെയാ പറഞ്ഞത്, VRS എടുക്കാം. ശരി, ഭാര്യ പറഞ്ഞു പരിപ്പുവട ഉണ്ടാക്കണമെന്നുണ്ട്. 1 കിലോ പരിപ്പ്, 2 കിലോ വെളിച്ചെണ്ണ, അതിന് വേണ്ട സാധനങ്ങൾ കായം, മഞ്ഞപ്പൊടി, അത് ഇതെല്ലാം കൂടെ ഒരു ലിസ്റ്റ് കൊടുത്തു. അദ്ദേഹം നോക്കി, പരിപ്പ് ഇത്ര, വെളിച്ചെണ്ണയ്ക്ക് ഇത്ര, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടാണ്, പരിപ്പുവടയുടെ ആവശ്യമില്ല. കാരണം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം എന്നൊന്നുമില്ല. പിന്നെ ഇത്ര പരിപ്പ് ഇത്ര, അതുകൊണ്ട് പരിപ്പുവട ഏതായാലും ഒന്നുകൂടെ വേറെ പരിപ്പുവട വേണമെന്നില്ല. പരിപ്പ് അദ്ദേഹം എഴുതി, ഇത് ബുദ്ധിമുട്ടാണ്, പരിപ്പുവട ചെലവധികം ഉണ്ടാക്കുന്നതാണ്, മാത്രമല്ല ഇത് ഒരുപാട് ഗ്യാസ് വരും, അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തു പറയാം. അങ്ങനെ ഇരിക്കുമ്പം ഭാര്യ പിന്നെ പറഞ്ഞു, ഏതായാലും ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട്, കുറച്ച് ലാഭമുണ്ട് എന്ന് പറയാം, സിനിമ കാണാൻ പോണമെന്ന് പറഞ്ഞു. കുട്ടി എല്ലാവരും കൂടെ 500 രൂപ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സിനിമ വിനോദത്തിന്. അപ്പൊ അത് ആപ്ലിക്കേഷൻ കൊടുക്കുക, അങ്ങനെ തന്നെയാണ് ഇത് കൊടുക്കുന്നത്, വിനോദത്തിനായിക്കൊണ്ട് ഇങ്ങനെ ഞാനും കുട്ടികളും പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന് ഇത്രയൊക്കെ വെച്ച് ഇത്ര. വിനോദ നികുതി ഒഴിവായിട്ടുള്ള ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്ന് ഏതെങ്കിലും തിയേറ്ററിലൊക്കെ അന്വേഷിക്കുക. അപ്പൊ ഏതിനെയാണ് വിനോദ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്, അങ്ങനെയുള്ള സിനിമ കണ്ട് വിനോദിച്ചാൽ മതി. അതുകൊണ്ട് ആ ഒരു കൊട്ടേഷനും കൂടെ, അത്തരത്തിലുള്ള സിനിമ കളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിവരം അറിയിക്കാൻ പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോണതെന്ന് പറയാം. അവസാനം അവർക്ക് തോന്നി നോക്കാം. അവർ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ 1 മാസത്തേക്ക് അവധി വേണം എന്ന് പറയാം. അതിനും അദ്ദേഹം അടിയിൽ കുറിപ്പെഴുതി, അവധിക്ക് പോകുന്നത് കുഴപ്പമില്ല, പക്ഷെ പകരാളെ നിയമിക്കണം. നടപ്പില്ല. ചെലവ് അവിടെ ചുരുങ്ങി എന്ന് പറയാം, എല്ലാ പ്രകാരത്തിലും. നമുക്ക് തുറന്നു വയ്ക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ശമ്പളം, പുരുഷന്മാരോട് ശമ്പളം ചോദിക്കരുത്, സ്ത്രീകളോട് പ്രായം ചോദിക്കരുത് എന്നാണ്, അല്ലേ? അതുകൊണ്ട് അച്ഛൻ ഇത്രയാണ് മോനെ കിട്ടുന്നത്, ഇത്ര ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണം, അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സഹകരിച്ചാൽ കാര്യം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അച്ഛന് കടം വരും, അപ്പൊ പലതിനെയും അത് ബാധിക്കും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ തുറന്നു കഴിഞ്ഞാൽ പലതും മാറിപ്പോകും. ഇതിപ്പോ ഇവർക്ക് ഒന്നും അറിയില്ല, എന്താ എവിടെയാ എന്താ ഏതാ. അതുകൊണ്ട് ഇതിലുള്ള ഒരു ആസക്തിയല്ല അസക്തി, സംഘമില്ലായ്മ ആവശ്യമാണ്. ഏതിലൊക്കെ? ഭാര്യയുടെ വീട്ടുകാര്, ഭാര്യ എന്ന് പറയുമ്പോൾ ഭാര്യയിൽ മാത്രമല്ല, അവരുടെ വീട്ടുകാര്, അവരുടെ അനിയത്തിയുടെ കാര്യം, ആ കാര്യം, അവളെ ആരോ കാണാമെന്നല്ലോ, എന്നെ അറിയിച്ചില്ലല്ലോ, അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഞാൻ മൂത്ത മരുമോനല്ലേ, ബഹളം. നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ഊർജം, മനസ്സ് ഇതിലൊന്നും വ്യാപരിക്കാതിരിക്കട്ടെ, നിസാരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എന്താണ് ഈ വക കാര്യങ്ങളിൽ, പുത്രൻ, ഭാര്യ, ഗൃഹം മുതലായിട്ടുള്ളതിൽ മനസ്സിന്റെ വ്യാപാരം നിയന്ത്രിക്കാം. പക്ഷെ ഇന്ന് മനസ്സ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലാണ്. ഇത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഇത് അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അനഭിഷ്വംഗ, താനെന്ന ഭാവം ഇല്ലായിക ഇതിലൊക്കെ. തുടർന്ന് ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം, ഇതാണ് 15ാമത്തെ ഗുണം. ഇഷ്ടാനിഷ്ട പ്രാപ്തികളിൽ, ഇഷ്ടം അനിഷ്ടം ഇത്യാദികളിൽ നിത്യം എപ്പോഴും സമചിത്തത്വം, സമബുദ്ധി. ഇഷ്ടം അനിഷ്ടം ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും, ഇതിലൊക്കെ ഒരു സമത്വം ആവശ്യമാണ് എന്ന് പറയാം. നമ്മുടെ നില, നമ്മുടെ ശാന്തി ഇതുകൊണ്ടൊന്നും ഉണ്ടാകേണ്ടുന്നതല്ല. പുത്രനാകട്ടെ, ഗൃഹമാകട്ടെ ഇത്യാദികൾ ഒന്നുമല്ല. എപ്പോഴും ആ നിത്യതയിൽ വിരാജിക്കാൻ സാധിക്കട്ടെ. മയി ചാനന്യയോഗേന
ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേശസേവിത്വം അരതിർച്ചന സംസദി അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യദതോന്യഥാ. മയി അനന്യയോഗേന അവ്യഭിചാരിണി ഭക്തി. ഭക്തിയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 16ാമത്തെ ഗുണമായിട്ട്. ആ 16ാമത്തെ ഗുണമായിട്ടുള്ള ഭക്തിയെ ചില വിശേഷ ശബ്ദങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? മയി, എന്നില്, പരമാത്മാവില്, അനന്യയോഗേന, മറ്റൊന്നെന്ന ഭാവമില്ലാതെ, അവ്യഭിചാരിണി. അവ്യഭിചാരിണി, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകുക. അവ്യഭിചാരിണി, തെറ്റിപ്പോകാതെ. അത്രയേ ഉള്ളൂ അർത്ഥം. ഭക്തി, അങ്ങനെയുള്ള പരമമായ ഭക്തി, തെറ്റിപ്പോകാത്ത ഭക്തി. ഭക്തി എപ്പോഴാ തെറ്റുന്നത്? സംശയം ഉണ്ടാവുന്ന സമയത്ത്. ഇതുകൊണ്ട് നടക്കുവോ, നടക്കില്ലേ, സംശയം വേണ്ട എന്ന് പറയാം ഭക്തിയിൽ. വിവിക്തദേശ സേവിത്വം, ഇതും ആവശ്യമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ലക്ഷണം. എന്താണ്? വിജനവാസം. വിജനമായ വാസം. വിജനവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പറയാതെ ഏതെങ്കിലും ഒരു കാട്ടിൽ പോയി ഇരിക്കണം എന്നല്ല. ചിലർക്ക് അങ്ങനെയുണ്ട്. ഭാര്യയും കുട്ടികളെയും ഒക്കെ പേടിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയി കളയുക. ചില ആശ്രമത്തിലൊക്കെ പോയിരിക്കും. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇത് പറയുന്നതാണ് ഇവർക്ക് മനസ്സിലാവാത്തത്. ഏത്? ഇതൊന്നും അവൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് വിവിക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദേശത്തെ, വിജനദേശത്തെ തെരഞ്ഞെടുക്കുന്നതൊക്കെ നല്ലതാണ്. അതിന് ഒരു സ്വകാര്യത എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഇതിന്റെയൊക്കെ അഭാവത്തിൽ ഞാൻ നിലകൊള്ളേണ്ടുന്നവനാണ്. അതിന്റെ ഒരു അഭ്യാസം, അതിനുള്ളൊരു അഭ്യാസം, അത്രയേ. അല്ലാതെ ഇതിനുള്ള ഒളിച്ചോട്ടം എന്നല്ല. അതുകൊണ്ടൊരു ധ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും, ഇതിനൊക്കെയാണ് ആശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 ദിവസം പോയി ഭജന ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ ഗുരുവായൂരിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ള വിവരം നിങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം അറിയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ലോക്കറ്റ് മേടിക്കാൻ അവക്കിത്, എന്നിട്ട് എല്ലാവരുടെ ലിസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് 2 ദിവസം ഈ ലിസ്റ്റ് എടുത്തിട്ട് സാധനങ്ങൾ മേടിക്കുന്ന പണിയാണ്. അവിടെ പോയി കളവത്തിന് വരി നിൽക്കുക, അവിടെ പോയി അത് ചെയ്യുക, ഇത് ചെയ്യുക, ഒരു പേര് ഭജനം. എന്നിട്ട് പറയും, ഓ എന്താ അവിടെ, അവിടെ നിന്നൊരു ഉപ്പുമാവ് കഴിച്ചു ഞാൻ രാവിലെ, പിന്നെ ഉച്ചയ്ക്കും അത് തന്നെ, ഒരു വല്ലാത്തൊരു ഹോട്ടലിൽ 2 ദിവസം വെള്ളവുമില്ല. ഇങ്ങനെ കുറെ കുറ്റങ്ങൾ പറയാൻ ഒരു ഭജനത്തിന് പോയതാണ് ആള്. അവിടെ പോയപ്പോഴാണ് ആരെയോ കണ്ടിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് പോയി, വേറെ എങ്ങോട്ടോ പോയി. അപ്പൊ ഭജനത്തിന് ഇങ്ങനെ വിവിക്ത ദേശത്ത് പോയി ഇരിക്കുന്ന സമയത്ത് രഹസ്യമായിട്ട്, അപ്പൊ നിങ്ങൾക്ക് കൂട്ടത്തോടു കൂടി പോവാം. കൂട്ടത്തോടു കൂടി പോയിട്ട് തന്നെ പറയണം, എന്താ ഞാൻ അവിടെ അമ്പലത്തിന്റെ അവിടെയോ അല്ലെ. ഇപ്പൊ ഗുരുവായൂർ എന്ന് സ്വാമി പറയാൻ കാരണം നിങ്ങളൊക്കെ പോകുന്നത് ഇപ്പൊ അങ്ങോട്ടാണ്. അവിടെ ആകെ തിരക്കാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിജനമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞാൽ വല്ല ഫോറസ്റ്റിലും കാട്ടിലും പോയിട്ട് അവരുടെ പിടിയിൽ പെടണ്ട. എത്രയോ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരുടെ അടുത്ത് തന്നെ പോവാം. നല്ല ബന്ധമാണെങ്കിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകണ്ട, അതും പ്രശ്നമാണ്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എല്ലാം ഒന്ന് അഴിച്ചു വെച്ച് അഴിച്ചു വെക്കുക, നല്ല പ്രയോഗ, അഴിച്ചു വെച്ച് സ്വസ്ഥമായി ഇരിക്കുക. നമ്മൾ ഈ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാവില്ലേ ഇല്ലേ? അതുപോലെ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ അഴിച്ചു വെച്ച് മാസത്തിൽ 1 ദിവസമെങ്കിലും, അപ്പോ ഈ സെൽഫോണും അതും ഇതുമൊക്കെ വെച്ചുകൊണ്ടല്ല, എല്ലാം മാറ്റിവെച്ച് ഒരു ദിവസമെങ്കിലും വേണം നമുക്ക് മാസത്തിൽ 1 ദിവസം. വിവിക്ത ദേശ സേവിത്വം, ഇതും ആവശ്യമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ലക്ഷണം. എന്താണ്? വിജനവാസം. ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ അഴിച്ചു വെച്ച് മാസത്തിൽ 1 ദിവസമെങ്കിലും
അപ്പോ ഈ സെൽഫോണും അതും ഇതും ഒക്കെ വെച്ചുകൊണ്ടല്ല, എല്ലാം മാറ്റിവെച്ച് ഒരു ദിവസമെങ്കിലും വേണം നമുക്ക്, മാസത്തിൽ ഒരു ദിവസം. അപ്പൊ ജീവിതത്തിൽ ഈ ഒരു വിജനതയെ, ഇങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകണം. എവിടെയെങ്കിലുമൊക്കെ പോവുക, എവിടെയെങ്കിലും ഇറങ്ങി തിരിച്ചോളൂ. ഒരുപാട് സൗകര്യങ്ങൾ പ്രതീക്ഷിക്കരുത്. പോവുക, എന്നിട്ട് പോയിട്ട് താമസിക്കുക. അങ്ങനെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്കിങ്ങനെ ഇതൊക്കെ വിട്ടു നിൽക്കാൻ സാധിക്കണം എന്ന് പറയാം. വിജനദേശത്തെ സേവിക്കേണ്ടതുണ്ട്. വിജനദേശ സേവനം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഇതിപ്പോ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് വിളിക്കണം, അവിടെ സ്റ്റേഷനിൽ ആൾ വരണം, ബസ് സ്റ്റാൻഡിൽ വരണം, അവിടെ അവർ കൃത്യമായിട്ട് പ്ലാറ്റ്ഫോം പറഞ്ഞു കൊടുക്കും. അത് എത്തുന്നതിന് മുമ്പ് ഇപ്പൊ എല്ലാറ്റിനും സൂത്രം ഉണ്ടല്ലോ, ഇത്രാമത്തെ പ്ലാറ്റ്ഫോം, ഇത്രാമത്തേൽ. എന്നിട്ടും ഈ നേരെ മുൻപിൽ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുക, എവിടെ എന്നൊക്കെ ചോദിച്ചു. സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് നമുക്ക് എന്താ പറയാ, നമുക്ക് ആളുകളെ കിട്ടാതെ പോകുന്നത്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, എന്നാലും നമ്മൾ ആളുകളെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ വിവിക്ത ദേശ സേവിത്വം, വിജനവാസം, ഇത് വെറും സന്യാസിമാർക്ക് മാത്രം പറഞ്ഞതല്ല. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം, ചിലപ്പം ചില ബസ് സമരം കൊണ്ടോ ട്രെയിനിൽ മറ്റു പല അസൗകര്യങ്ങളെ കൊണ്ടൊക്കെ സംഭവിക്കാം. ബന്ദ് കാരണം, ഹർത്താൽ കാരണം ഒക്കെ. ഇതൊന്നുമല്ലാതെ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു ദേശത്തെ കണ്ടെത്തി അവിടെ ഇതിൽ നിന്നൊക്കെ മാറി കഴിയാൻ നമുക്ക് സാധിക്കണം എന്ന് പറയും. അതുകൊണ്ടാണ് ആശ്രമങ്ങളൊക്കെ അതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സമ്പർക്കം നമുക്കുണ്ടായിരിക്കട്ടെ. ജനസംസതി അരതി. ജനസംസതി, ജനക്കൂട്ടത്തിൽ താല്പര്യം ഇല്ലായ്മ. ഇത് ചിലർക്ക് ജനക്കൂട്ടത്തിൽ താല്പര്യമില്ലായ്മ ഉണ്ട്. അതെന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ, ജനങ്ങൾ എന്നെക്കുറിച്ച് ഓരോന്ന് ചോദിക്കും. അപ്പൊ ആ ജനങ്ങളോട് ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. നിങ്ങൾ എവിടെയാ? ഞാൻ ഇന്നാളാ. കല്യാണം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഈ കുട്ടി? ആ അതെന്റെ കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ? ആ കുട്ടിയുടെ അച്ഛൻ ഇല്ല. അതെന്തു പറ്റി? മരിച്ചോ അതോ വേർപെട്ടോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് മതിയാക്കും. കണ്ട ഉടനെ ഇതാണ്. അപ്പൊ ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ? അതെന്ത് പറ്റി? ഒരാളെ കണ്ട ഉടനെ എത്ര വയസ്സായി? ഇനിയിപ്പം നടക്കുവോ? ഇയാൾക്ക് ഇങ്ങോട്ട് ഇവരെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിടാനിട്ട് എന്തൊരു തിരക്കാ അല്ലേ? എപ്പോ തുടങ്ങുന്നറിയോ ഇത്? ചെറിയ കുട്ടിയാവുമ്പം തുടങ്ങും. എന്താ, സ്കൂളിലൊന്നും പോകാനായില്ലേ? അപ്പൊ അമ്മയാ പാവ, അതിന് ഉത്തരം പറയാൻ അറിയില്ല. അമ്മ പറയും വിട്ടിട്ടുണ്ട്, അടുത്ത വർഷം അരിയിൽ എഴുതിച്ചു കഴിഞ്ഞു, അടുത്ത വർഷം ചേർക്കും. പിന്നെ ചോദിക്കും ഏത് ക്ലാസ്സിലാ? LKG UKG എന്തൊക്കെ പഠിച്ചു അല്ലേ? 1ാം ക്ലാസ് 2ാം ക്ലാസ്. ഈ എല്ലാ ക്ലാസ്സിലും ചോദിച്ചുകൊണ്ടിരിക്കും. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? മാർക്കൊക്കെ എങ്ങനെയുണ്ട്? ഈ കുട്ടികളൊക്കെ വിചാരിക്കും ഇവർക്ക് വേറെ ഇന്ന് ചോദിക്കാനില്ലേ. ഏതൊരു കുട്ടിയോട് നമ്മൾ എന്താ ചോദിക്കുക? എങ്ങനെയുണ്ട് മാർക്കൊക്കെ? ക്ലാസ്സിൽ ഫസ്റ്റാ? അവനതൊരു പേടിയായി. ഇയാൾ ക്ലാസ്സിൽ ഫസ്റ്റ് ചോദിക്കാം. ചിലപ്പോൾ അവന് 9 ഒക്കെ അല്ലെങ്കിൽ 10 15 ഒക്കെ ആയിരിക്കും. 10ാം ക്ലാസ്സിലെത്തിയാൽ സർവരും ഓർമ്മിപ്പിക്കും. 10ാം ക്ലാസ്സിലാ? ഓർമ്മയുണ്ടോ? ഓർമ്മ വേണം. 10ലാണ്. നാട്ടുകാരാണ് ഓർമ്മിപ്പിക്കുക. 10ലാണ്. 10 കഴിഞ്ഞാലോ കോളേജിൽ എന്താ പോണില്ലേ? പോകുന്നില്ലേ? അവരാണ് തീരുമാനിക്കുക. എവിടെയാ അഡ്മിഷൻ കൊടുത്തത്, എവിടെയാ കൊടുത്തത് ഒക്കെ അവർ പറഞ്ഞു തരും. ഡിഗ്രി കഴിഞ്ഞു എന്നിരിക്കട്ടെ, എന്താ ജോലിയൊന്നും ആയില്ലേ? നോക്കുന്നില്ലേ? ജോലിക്ക് പോണ്ടേ എന്നുള്ളത് നിശ്ചയിക്കുന്ന അവരാ. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കുക എന്താ ജോലിയൊക്കെ ആയില്ലേ? ഇനി ആവാലോ. നല്ല ജോലിയല്ലേ ഇന്ന്, 2 ആളെയൊക്കെ പോറ്റാനുള്ള സാലറി ഒക്കെ ഇല്ലേ? ഇല്ല. ശരി, എന്നാ കല്യാണം കഴിക്കാം. കല്യാണം കഴിഞ്ഞു. എന്താ ഒന്നും ഇല്ലേ? എന്തൊരു ആകാംക്ഷയാണ് ഇവർക്ക്. അല്ല അതെന്താ? പിന്നെ സ്വകാര്യം പറിച്ചില്ല. 3 കൊല്ലായില്ലേ? നിങ്ങൾ ചോദിക്കണം. ഞാൻ ചോദിക്കാറില്ല. ചോദിക്കണം. ഇപ്പോഴത്തെ കുട്ടികളോടാണെന്നും ചോദിക്കണം. പിന്നെ അവര്
അവരാണ് അതിന്റെ ആൾക്കാർ. പിന്നെ 1 വേണോ 2 വേണോ 3 വേണോ എല്ലാവരും നിശ്ചയിക്കും. അല്ലേ? അങ്ങനെ കുട്ടികളെ ഇല്ലാതൊരു കുട്ടി ഉണ്ടായി. പള്ളിയിൽ കൊണ്ടുപോയി എന്താ പേരിടേണ്ടത്? അച്ഛൻ പറഞ്ഞു പീറ്റർ എന്നിട്ടോളാൻ. വീണ്ടും കുട്ടി ഉണ്ടായി. റിപ്പീറ്റർ എന്നിട്ടോളാൻ പറഞ്ഞു. വീണ്ടും കുട്ടി ഉണ്ടായിന്ന അച്ഛൻ പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് നിടാൻ. അതെ, അവരാണ് നിശ്ചയിക്കുക കാര്യങ്ങൾ. അതുകൊണ്ട് അറിവിന്റെ ജ്ഞാനത്തിന്റെ ലക്ഷണം ജനങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കല. ചോദിക്കരുത് എന്താ കല്യാണം കഴിക്കാത്തത്, അതെന്താ അങ്ങനെ, സന്യസിക്കാനാ ഭാവം. ഈ കല്യാണം കഴിക്കുന്നില്ല എന്ന് ഒരുത്തൻ തീരുമാനിച്ച പിന്നെ അടുത്ത ചോദ്യം അതെന്താ സന്യാസ. ഈ സന്യാസവും വിവാഹം വേണ്ടാന്ന് ഒരിക്കലുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ആളുകൾ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടല്ലോ കുട്ടികളോട് ചോദിക്കുന്നത്. കുട്ടികളോട് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്താ കുട്ടാ സുഖം തന്നെയല്ലേ? അത്ര മതി. മോനെ ഒരു പാട്ട് പാടൂ. അപ്പൊ അവന് പാടണമെന്നുണ്ടാവും. പിന്നെ ഈ അച്ഛനും അമ്മയും പെട്ടില്ല. പാടടാ പാടടാ പാട്. തിരിച്ച് അതുകൊണ്ട് അത് മുതൽ കുട്ടികളോട് മുതൽ പ്രായമായിട്ടുള്ളവരോട് വരെ നമ്മൾ അങ്ങനെയാ പറയുന്നത്. പ്രായമായിട്ടുള്ള ഒരാള് വളരെ അസുഖം ബാധിച്ച് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പൊ ഈ വിദ്വാൻ പറയും ഒന്ന് മാറി നിൽക്കും. മരിക്കാൻ കിടക്കുമ്പോ ആണോ ആളുകൾ ഇങ്ങനെ? ആളുകൾ സ്വൈര്യമായിട്ട് മരിക്കാനും കൂടെ സമ്മതിക്കില്ല. എവിടെ എന്തു പറയണം എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് ഭഗവാൻ പറയുന്നു എന്താണ്? ജനസംസതി അരതി. ജനക്കൂട്ടത്തിൽ ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള ഒരു താല്പര്യമുണ്ടല്ലോ, അത് വേണ്ട. അതൊക്കെ ഉണ്ടെങ്കിലും നുള്ളിക്കോളൂ. സ്വാമി ഇന്നാണോ പറയണത്? ഞങ്ങളിങ്ങനെ ഇവിടെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, മോളാണോ അതോ അനിയത്തിയാണോ കൂടെ വരുന്നത്? ഇങ്ങനെ പലതും. ഭർത്താവ് ആയിരിക്കുമോ? പക്ഷെ കണ്ടിട്ട് തോന്നുന്നില്ല അല്ലേ? ഇങ്ങനെ ഇവിടെ തന്നെ നമുക്ക് തോന്നാറില്ലേ ചിലരെ കുറിച്ചിട്ട്? പക്ഷെ ഗീതയിൽ ആ ശ്ലോകം ഇങ്ങനെയായിരിക്കും അതോ അത് വിഷയമില്ല. അതുകൊണ്ട് മുഴുവൻ നുള്ളിക്കളഞ്ഞേക്ക്, ഇവിടെന്നേ നുള്ളിക്കളഞ്ഞേക്ക്. ആർക്ക് വേണ്ടിയാണ് സീറ്റ് പിടിക്കുന്നത്? അധ്യാത്മജ്ഞാന നിത്യത്വം. ആത്മീയ ജ്ഞാനത്തിൽ എപ്പോഴും മനസ്സിനെ നിർത്തുക. രാവിലെ ഉണരുമ്പം തന്നെ യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. രാവിലെ ഈ സ്മൃതിയോടുകൂടി അങ്ങോട്ട് എഴുന്നേൽക്കാം. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം. ആ പരമാനന്ദമായിരിക്കുന്ന ആ ബോധസ്വരൂപനെ ഹൃദയത്തിൽ ധ്യാനിക്കാം. രാവിലെ തുടങ്ങണം അത്. അധ്യാത്മജ്ഞാന നിത്യത്വം. ആ ആത്മീയ ജ്ഞാനത്തിൽ വിരാജിക്കാൻ സാധിക്കട്ടെ എന്ന് പറയും. എല്ലാം ഒരു നമുക്ക് എല്ലാത്തിനും ഒരു ടൈം ടേബിളുണ്ട്. അതാണ് ആദ്യം എടുത്ത് കളയേണ്ടത്. ഇത്ര മണിക്കുന്നത് അതിനെ ഒന്ന് അതിജീവിക്കണം. എന്താണെന്നറിയോ? ഒരു സമയത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ഉപേക്ഷിക്കും. നമ്മൾ തന്നെ നമ്മുടെ ഒരു രീതിയായി മാറണം അതൊക്കെ. അല്ലാതെ അതിനു വേണ്ടിയാവരുത്. അധ്യാത്മജ്ഞാന നിത്യത്വം. തത്വജ്ഞാനാർത്ഥ ദർശനം.
തത്വജ്ഞാനാർത്ഥ ദർശനം വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. എന്താണ്? തത്വജ്ഞാനത്തിന്റെ പ്രയോജനം അറിയുക എന്നുള്ളതാണ്. അറിവിന്റെ ലക്ഷണമാണ്. ഇതൊക്കെ അറിവിന്റെ ലക്ഷണമാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം അവസാനമാണ് അറിവ് എന്ന് പറയുക. അപ്പൊ ഈ പറയുന്ന കാര്യം, ഭഗവത്ഗീതയിലും മറ്റും പറയുന്ന കാര്യം, ഇത് ശരിയാണോ എന്നൊന്ന് പരീക്ഷിക്കുക. നോക്കാം. ഇന്നു മുതൽ തന്നെ ഞാൻ തീരുമാനിച്ചു, ഒരാളുടെ ഒന്നും ചോദിക്കില്ല. നോക്കൂ. പക്ഷെ അത് സാധിക്കില്ല സ്വാമി. നോക്കൂ. നമ്മളോട് ഓരോരുത്തരും ഇങ്ങനെ എല്ലാം ചോദിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ല, നമുക്കിഷ്ടമല്ല അത്. നമ്മൾ ചിലരെ പരിചയപ്പെടുത്തുമല്ലോ. പരിചയപ്പെടുത്തുന്ന സമയത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾ ചോദിക്കാൻ തുടങ്ങും, ഏത് സ്കൂളിലാണ്, എവിടെയാ പഠിച്ചത്? ചിലപ്പോൾ ഇയാൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവില്ല. അതിലോട് പഠിച്ചത് എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഇവരിങ്ങനെ ഈ ചില ആളുകള്, ചിലരുടെ ഭാര്യമാര് അവരിങ്ങനെ ഒരുമിച്ച് വല്ല ഓഫീസ് ഫംഗ്ഷനോ പാർട്ടി അതിനും ഇതിനൊക്കെ പോകുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ ഈ ആളുകളുടെ ഈ ചോദ്യം ഉണ്ടല്ലോ, എനിക്ക് അവരങ്ങനെ പറയും, അയാൾക്ക് എന്തൊക്കെയാ അയാൾക്ക് അറിയേണ്ടത്, അത് ഇതെല്ലാം. അതിന് നമ്മൾ പറയും കിള്ളി ചോദിക്കുക എന്ന് പറയും. അത് നിർത്തണം എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, നമ്മൾ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ വരുന്ന ഒരാളോട് ഒന്നും ചോദിക്കുന്നില്ല. വെള്ളം പോലും വേണോ എന്നുള്ള ചോദ്യം സ്വാമി പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടില്ല. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കരുത്. വെറുതെ ഓരോന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നോക്കൂ, തത്വജ്ഞാനത്തിന്റെ പ്രയോജനത്തെ കണ്ടറിയുക. ഭഗവാൻ 20ാമത്തെ ഗുണമാണ് അത് പറഞ്ഞത്. ഇതൊക്കെയാണ് സ്വാമി ഒന്നുകൂടെ പറയട്ടെ വേഗത്തില്. അമാനിത്വം 1, അദംഭിത്വം 2, അഹിംസ 3, ക്ഷാന്തി 4, ആർജവം 5, ആചാര്യോപാസനം 6, ശൗചം 7, സ്ഥൈര്യം 8, ആത്മവിനിഗ്രഹ 9, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം 10, അനഹങ്കാര 11, ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം 12, പുത്രധാരാഗൃഹാദിഷു അസക്തി 13, അനഭിഷ്വംഗ 14, ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം 15, മയി അനന്യയോഗേന അവ്യഭിചാരിണി ഭക്തി 16, വിവിക്തദേശസേവിത്വം 17, ജനസംസതി അരതി 18, അധ്യാത്മജ്ഞാന നിത്യത്വം 19, തത്വജ്ഞാനാർത്ഥ ദർശനം 20. ഈ പറഞ്ഞിട്ടുള്ളതിനെയൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണോ അതോ ഭഗവത്ഗീത അപ്രായോഗികമായിട്ടുള്ള എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നതാണോ എന്നൊന്ന് പരീക്ഷിക്കാനൊന്നൊരു ശ്രമം നടത്തുക. പൊട്ടത്തരാണെന്ന് പറഞ്ഞാൽ നമുക്കപ്പം നിങ്ങളുടെ കൂടെ വരാൻ കുറച്ച് ആൾക്കാരുണ്ടാവുമെന്ന് കരുതിക്കൊള്ളൂ. പറയണു ഏതത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഇത് ജ്ഞാനം ഇതി, ജ്ഞാനമെന്ന് അറിവെന്ന് പ്രോക്തം പറയപ്പെട്ടിരിക്കുന്നു. അറിവെന്ന് പറയപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഇതിനെയൊക്കെയാണ് അറിവിന്റെ ലക്ഷണങ്ങളായി ഭഗവത്ഗീത പറയുന്നത്. അതുകൊണ്ടാണ് പലരും ഇതൊന്നും ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നത്. എന്താ പറയാന്നറിയോ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയും വിദ്യാഭ്യാസമുണ്ട് പക്ഷെ വിവരമില്ല. ഭഗവാൻ ഇവിടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അയാൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അയാൾക്കൊരു വിവരമില്ല കേട്ടോ. ചിലരെ കുറിച്ച് പറയും അയാൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും നല്ല വിവരമുണ്ട്. അത് ഈ ലക്ഷണങ്ങളാണ്. സ്കൂളിലൊന്നും പോയിട്ടുണ്ടാവില്ല, മഴ പെയ്യുമ്പോൾ പോലും പോയിട്ടില്ല, പേടിയാണ് പിടിച്ചു ചേർക്കുമോ എന്ന്. കാരണം ചില സ്കൂളുകളൊക്കെ കുട്ടികളെ ഓടിച്ചിട്ട് പിടിക്കുന്നതാണ്. ടീച്ചേഴ്സിന് പണി വേണേ അവിടെ. അപ്പൊ ജ്ഞാനം ഇതി പ്രോക്തം, ജ്ഞാനമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു, പറയപ്പെട്ടിരിക്കുന്നു. അന്യഥ
മറ്റു പ്രകാരത്തില് യത് യാതൊന്നുണ്ടോ? ഇതിൽ നിന്ന് അന്യമായി യാതൊന്നുണ്ടോ ഭഗവാൻ അതിനെ അതിനെ അജ്ഞാനം ഏവ, അതെല്ലാം അർജുന അറിവില്ലായ്മയാണ്. ഇതാണ് നമ്മൾ ഇന്ന് നാം അനുസന്ധാനം ചെയ്ത് നമുക്ക് ആയിത്തീരേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സ്വാംശീകരിക്കേണ്ടത്, നമ്മുടെ കരചരണങ്ങളിലേക്ക് ആവാഹിക്കേണ്ടത് ഇതൊക്കെയാണ്. പറയട്ടെ, ഇതെല്ലാം തന്നെ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ്. നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവാം, പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന്. എന്റെ സ്വാമിക്ക് പറയാനുള്ളത് ഇതിലൊന്നും തന്നെ ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഇത് ഇല്ലാതിരിക്കലാണ് ബുദ്ധിമുട്ട്. ഇതൊന്നും നമുക്കില്ലാത്ത ഗുണമാണെന്നും വിചാരിക്കണ്ട. ഇതിലെല്ലാം നമുക്കുള്ളതുണ്ട്. ഏതെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് അതും കൂടെ ചേർക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇടയ്ക്ക് മാസം 1-ാം തീയതി ആകുമ്പോൾ 1-ാം തീയതിയോ 5-ാം തീയതിയോ ഈ മാസം കൂടുന്ന സമയത്ത് ഈ വീട്ടിലെ സാധനങ്ങളുടെയൊക്കെ ഒരു കണക്ക് എടുക്കുമല്ലോ. എന്തൊക്കെയാ ഉള്ളത്, എന്തൊക്കെയാ ഇല്ലാത്തത്. മാസത്തിൽ മേടിക്കുന്നവർക്ക് അറിയാം അതൊക്കെ. അപ്പൊ അവർ പറയും ഉപ്പ് വേണ്ട, ഉപ്പ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് തന്നെ അധികമുണ്ട്, എന്നാൽ ശരി അത് വേണ്ട. അപ്പൊ ഇതിൽ പറയുന്ന ചിലതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, അതുകൊണ്ട് അത് വേണ്ട. ഇല്ലാത്തതൊക്കെ എന്നാ സ്വാമി ഇതൊക്കെ ഇരിക്കട്ടെ. ചിലപ്പോ ഇത് മാത്രം മതിയാവും. ഏത് ഈ ജനസംസദി അരതി, ഇങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കാര്യത്തിൽ ഇടപെടൽ അത് എനിക്ക് കുറച്ച് അധികമുണ്ട് സ്വാമി. പക്ഷെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് നല്ലതാണെന്നാ ആളുകളോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഒരാൾ പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് പറഞ്ഞത്, എന്ത് ഞാൻ നിനക്ക് സമയം പറഞ്ഞു തരില്ല എന്ന്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സമയം പറഞ്ഞെന്നാ പ്രശ്നമാവും. ഞാൻ ഒരാൾക്ക് സമയം പറഞ്ഞു കൊടുത്തത് എൻ്റെ ഒരു മോൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയും. ഇനി ഞാൻ സമയം പറഞ്ഞു തരില്ല. കേൾക്കാത്തവർ കേട്ടവരോട് ചോദിച്ച് മനസ്സിലായിക്കോളും. തുടർന്ന് ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത് പരം ബ്രഹ്മ ന സത്തന്യാസദുച്യതേ. പറയുന്നു ആ പരമമായിട്ടുള്ള അതിന് ഞാൻ പറയാം അറിയേണ്ടതിന്. അനാദിമത് തത്, അതെന്താണ്? ആദിയുള്ളതല്ല. അനാദിമത് അത് ആദിയുള്ളതല്ല. തത് സത്, അത് സത് ആണ്. അസത് ന ഉച്യതേ, അതിനെ അസത്തെന്ന് പറയപ്പെടുന്നില്ല. അത് സതാണ്, അത് അസത്തല്ല. എന്താ ഭഗവാൻ ഇവിടെ പറയുന്നത്? ആ പരമമായ ബ്രഹ്മം അത് സത് ആണ്, അതിനെയാണ് അറിയേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് അതിന് ഭഗവാൻ നാളേക്ക് വെച്ചിരിക്കുക. പറയാം, ഒരു ചെറിയ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഈ ശകുനങ്ങളിലൊക്കെ വല്ല കാര്യമുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുള്ള സംശയമായിരിക്കാം. ശകുനം കാണുന്നത് സ്വാമി പറഞ്ഞിട്ടുണ്ടോന്ന് ഓർമ്മയില്ല. എല്ലാം നല്ല ശകുനായിട്ട് എടുക്കാൻ നമുക്കൊരു കരുത്താണ് ഗീത തരുന്നത്. അപ്പൊ പല ശകുനങ്ങളുണ്ടാവും, പലതും കാണുകയും അതിന് നമ്മളാണ് നല്ല ശകുനെന്നും ദുശകുനെന്നും ഒക്കെ പറയുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത്, മുല്ല ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുകയായിരുന്നു. ഓർത്ത് വെച്ചാൽ നല്ലതാ. രാവിലെ എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കിയ സമയത്ത് 5-ന് 5 മിനിറ്റ്, 5 ആവാൻ 5 മിനിറ്റ്. പുറത്തിറങ്ങി പത്രം നോക്കിയപ്പം 5-ാം തീയതി 5-ാം മാസം 5-ാം വർഷം 2005. എല്ലാം ഒരു 5. മുല്ല വിചാരിച്ച് തരക്കേടില്ല. രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി എന്ന് പറയാം.
5-ാം നമ്പർ ബസ് വന്നു. ബസ്സിനകത്ത് കയറി നോക്കിയ സമയത്ത് ഡ്രൈവർ അടക്കം താനും കൂടെ കൂട്ടിയാൽ 5. ടിക്കറ്റ് എടുത്തു 5, തിരിച്ചു കൊടുത്തു 5. നേരെ പോകുന്നത് കുതിരപ്പന്തയത്തിനാണെന്ന് പറയാം. കുതിരകൾ നിരന്ന് നിൽക്കുന്നു. 5-ാം നമ്പർ കുതിരയിൽ 500 രൂപ വെച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുതിര 5-ാമനായി. ഇതന്നെ ശകുനം എന്ന് പറയാം. ശകുനം നോക്കി എന്തിനെങ്കിലുമൊക്കെ പോയാൽ ഇങ്ങനെ ഇരിക്കും. നമുക്കൊരു വിഷയത്തിൽ എല്ലാറ്റിനെയും പറഞ്ഞുവല്ലോ, ശകുനങ്ങളൊന്നും ഒരു പ്രകാരത്തിലും നമ്മെ സ്വാധീനിക്കാൻ നാം വഴിവെക്കരുത്. ഇതിൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാം. ശാസ്ത്രത്തിൽ ശ്രദ്ധിക്കുമ്പം ഭഗവത്ഗീത നമ്മെ അനുഗ്രഹിക്കും എല്ലാറ്റിനും. ഈ ഗീതാശ്രവണം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, ശരിയാണോ തെറ്റാണോ. അപ്പൊ ഉള്ളിൽ നിന്ന് കിട്ടും പഴയ ഒരറിവ്, പുതിയ ഒരു മാനം എല്ലാറ്റിനും നമുക്ക് തരും എന്ന് പറയാം. അതിലൊന്ന് ശ്രദ്ധിച്ചോളൂ. ഭഗവാൻ ജ്ഞാനത്തിന്റെ ലക്ഷണം പറഞ്ഞു. 20 ഗുണങ്ങളെ കൊണ്ട് ജ്ഞാനത്തിന്റെ ലക്ഷണത്തെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. സ്വാമി ഇനി ആ കാര്യം വിസ്തരിക്കണം എന്ന് തോന്നുന്നില്ല. അതല്ലാത്തതെല്ലാം അജ്ഞാനം എന്നും പറഞ്ഞു. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, യത് ജ്ഞാത്വ അമൃതം അശ്നുതേ. യാതൊന്നിനെ അറിഞ്ഞാൽ അമൃതത്തെ, അമൃതം എന്ന് പറഞ്ഞ മോക്ഷം, സ്വരൂപത്തെ അനുഭവിക്കുന്നു. ജ്ഞേയം തത് പ്രവക്ഷ്യാമി. അറിയേണ്ട അതിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പരം തദ് ബ്രഹ്മ അനാദിമത് തത് സത് അസത് ന ഉച്യതേ. അതെന്താണ്? ആ ബ്രഹ്മം അനാദിമത്, അത് ആദിയുള്ളതല്ല എന്ന് പറയാം. അനാദിമത് തത് സത്, അതാണ് സത്ത്. ഈ ബ്രഹ്മം എന്നുള്ളതിന് നമുക്ക് ഈ ഭാഷാകോശത്തിൽ നോക്കിയാൽ ചിലപ്പോൾ അർത്ഥം കാണും, ബ്രഹ്മം. പക്ഷെ ജീവകോശത്തിൽ കാണൂല. അതാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. പലതിലും നിഘണ്ടുവിൽ നമുക്ക് അർത്ഥം കാണാമെന്ന് പറയാം. അപ്പൊ നിഘണ്ടു നോക്കി മനസ്സിലാക്കേണ്ടുന്ന ശബ്ദങ്ങളല്ല ബ്രഹ്മം, ആത്മാ, ഈശ്വരൻ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അനാദിമത് തത് സത് അസത് ന ഉച്യതേ. അതിനെ അസത്ത് എന്ന് പറയപ്പെടുന്നില്ല, അത് സത് മാത്രമാണ്. തുടർന്ന് അതിന്റെ വിവരണങ്ങൾ നടത്താൻ പോവുക. ഏതിന്റെ? ആ സത് വസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ച്. എന്തൊക്കെയാ ഭഗവാൻ പറഞ്ഞതെന്ന് ഓർമ്മ വേണേ. അതായത് ഇവിടെ ഈ അധ്യായമല്ല, തുടർന്നുള്ള ഈ ഷഡ്കം 6 അധ്യായങ്ങൾ അസി എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അസി എന്ന് പറഞ്ഞാൽ ചേർച്ച. അപ്പൊ ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും സമന്വയമാണ്. ഏത് പ്രകാരത്തിൽ എന്ന് പറഞ്ഞാൽ അത് പറയാം. എങ്ങനെയാണത് സമന്വയിക്കാൻ പോകുന്നത്? അപ്പൊ അതിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു തരാം. പറയും. സർവത പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം സർവത ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവതഃ പാണിപാദം തത് സർവതഃ അക്ഷി ശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകേ സർവം ആവൃത്യ തിഷ്ഠതി. തത് സർവതഃ പാണിപാദം. തത്, അത്, ഏത്? ആ ബ്രഹ്മം. സർവതഃ, സർവതഃ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, ഒന്നൊഴിയാതെ എല്ലായിടത്തും. ഈ ശബ്ദങ്ങളൊക്കെ ആവർത്തിച്ച് ഭഗവത്ഗീതയിൽ വരുന്നതാണ്. എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതെന്ന് സ്വാമി എപ്പോഴും പറയുന്നുണ്ടല്ലേ. എത്ര ആവർത്തിച്ചാലും പോരാന്ന് പറയാം. എന്നാലും ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടവെക്കാതെ, ഇട നൽകാതെ ഗീത അതിന്റെ ആ സർവവ്യാപിത്വത്തെ
ഈശ്വരന്റെ ആ അനന്തമായ ആ വൈഭവത്തെ ഈ ശബ്ദങ്ങളെ കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. സർവത പാണിപാദം, എല്ലായിടത്തും പാണിയും പാദവും. പാണി കൈ, പാദം കാൽ. എല്ലായിടത്തും അതിന് കൈയും കാലും ഉണ്ട് എന്ന് പറയും. എല്ലായിടത്തും കൈയും കാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കൈയും കാലും അതാണ്. പലതിനും ഇല്ലേ കൈയും കാലും, ഇല്ലേ? നമ്മൾ പറയാറില്ലേ, മേശയുടെ കാലൊടിഞ്ഞു, ചട്ടകത്തിന്റെ കൈയൊടിഞ്ഞു. സർവത പാണിപാദം തത്. നിങ്ങളുടെ എല്ലാ പാണിയും എല്ലാ പാദവും തത്, അതാണ്. സർവത, എല്ലായിടത്തും. അക്ഷി ശിരോമുഖം, കണ്ണും തലയും മുഖവും. എല്ലായിടത്തും. അതുകൊണ്ട് ഒളിപ്പിച്ച് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. ഓർമ്മയിരിക്കട്ടെ. ഫോട്ടോന് മാറ കർട്ടൻ തൂക്കിയത് കൊണ്ടോ പൂജാമുറിയുടെ വാതിൽ അടച്ചത് കൊണ്ടോ ഒളിക്കാൻ പറ്റില്ല എന്ന് പറയാം. എന്താണ്? സർവത അക്ഷി ശിരോമുഖം. എല്ലായിടത്തും അതിന് കണ്ണും കണ്ണും തലയും മുഖവും ഉണ്ട്. സർവത ശ്രുതിമത്, സർവത എല്ലായിടത്തും. ശ്രുതി കാതുണ്ട്, ശ്രുതിമത് എല്ലായിടത്തും അതിന് കാതുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തുനിന്നും അത് കേൾക്കും. ശ്രുതിമത്. ലോകേ സർവം ആവൃത്യ, ലോകേ ഈ ലോകത്തിൽ, സർവം എല്ലാറ്റിനെയും, ആവൃത്യ മറച്ചിട്ട്, ആവരണം ചെയ്തിട്ട്, തത് തിഷ്ഠതി അത് നിലനിൽക്കുന്നു. ഭഗവാനെ ഒന്ന് ഭാവന ചെയ്യാൻ. ഇതാണ് ആദ്യം തന്നെ ഭഗവാൻ ബ്രഹ്മത്തിന്റെ ലക്ഷണമായി അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം എന്താണ് ശരീരം? ഇത് തമ്മിലുള്ള ചേർച്ചയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്താണ് ശരീരം എന്ന് പറഞ്ഞു. ശരീരം ക്ഷേത്രമാണെന്നും ആ ക്ഷേത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്നും പറഞ്ഞു. എന്തൊക്കെയാണ്? എന്തൊക്കെ വികാരങ്ങളുണ്ട്, അതിൽ അതിന്റെ ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്, മനസ്സ് ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ആ ശരീരത്തെ അറിയുന്നവന് ക്ഷേത്രജ്ഞൻ എന്നും, ആ അറിവ് എല്ലാറ്റിലും ഒന്നാണെന്നും അത് ഞാനാണെന്നും അറിഞ്ഞോളാൻ പറഞ്ഞു. പിന്നെ എന്താണ് അറിവ്, ജ്ഞാനം, അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് 20 ലക്ഷണങ്ങളിലൂടെ ജ്ഞാനത്തെ പറഞ്ഞു. ഇനി ഇവിടെ ഭഗവാൻ അറിയിപ്പിക്കുന്നത് ബ്രഹ്മത്തെയാണ്, തതിനെയാണ്. അത് എന്താണ്? അതിനെ ആദ്യം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? എല്ലായിടത്തും കൈയും കാലും ഉള്ളതും, എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളതും, എല്ലായിടത്തും കാതുള്ളതും, ഈ ലോകത്ത് ആവരണം ചെയ്തിട്ട് അത് നിലനിൽക്കുന്നു. അപ്പൊ ഇവിടെ ഒരു രൂപം കൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം. എല്ലാ രൂപങ്ങളും ഇവിടെ കൊഴിഞ്ഞു വീഴും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ നമുക്ക്, അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇപ്പം ഈ ഒരു വൃക്ഷത്തിന്റെ ആദ്യ ഭാവം ബീജരൂപമാണ്. ബീജരൂപം. നമുക്കും ഇങ്ങനെ 3 ഭാവങ്ങളുണ്ട്, 3 തലങ്ങൾ. ഒന്ന് ബീജഭാവം, 2 വൃക്ഷരൂപം, 3 ഫലരൂപം. ബീജഭാവത്തില്, ബീജാവസ്ഥയിൽ നിലകൊള്ളുന്ന ഒന്നിന് അതിനൊരു സാഹചര്യം കിട്ടുന്നില്ല എന്നിരിക്കട്ടെ മുളയ്ക്കാൻ. അത് വെറുതെ ബീജമായിട്ട് തന്നെ അതങ്ങോട്ട് തീർന്നു പോകുമെന്ന് പറയാം. ഇനി ഒന്ന് സാഹചര്യം കിട്ടി. അപ്പൊ ബീജാവസ്ഥ എന്ന് പറഞ്ഞാൽ അവ്യക്തമായ അവസ്ഥ എന്നാണ്. അവ്യക്തമാണ്, വ്യക്തമല്ല ബീജാവസ്ഥയിൽ. പല ബീജങ്ങളും കണ്ടു കഴിഞ്ഞാൽ അറിയില്ല ഇതെന്താണ് എന്ന്. നിങ്ങൾക്കറിയോ? എല്ലാ വിത്തുകളും കണ്ടാൽ അത്യാവശ്യം ചെറുപയറും വൻപയറും ഇതൊക്കെയല്ലേ അറിയുള്ളൂ. അത് തന്നെ ചെറുപയർ പോലെ വേറൊന്നും അതിന്റെ കൂട്ടത്തിലിട്ടാ അറിയില്ല. അപ്പൊ ബീജാവസ്ഥ എന്ന് പറയുമ്പം അവ്യക്താവസ്ഥ എന്നാണ്. വൃക്ഷാവസ്ഥ എന്ന് പറഞ്ഞാലോ അത് വ്യക്തമാണ്, എന്നാൽ അതിലെന്തോ അവ്യക്തമുണ്ട്. വൃക്ഷാവസ്ഥയിൽ
എന്തോ വ്യക്തമാകാനുണ്ട്. എന്താണ് അത് വ്യക്തമാകുന്നത്? എന്താണ് വ്യക്തമാകേണ്ടത്? ഫലം. എന്നാ ഫലാവസ്ഥയിലോ അതിന്റെ പൂർത്തീകരണമാണ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലൊരു പൂർത്തീകരണത്തിലേക്ക് നാം വളരേണ്ടതുണ്ട്. നമ്മൾ ഈ അർജുനൻ ബീജാവസ്ഥയിലാണ്. ബീജാവസ്ഥയിൽ നിന്ന് അർജുനന് വൃക്ഷാവസ്ഥയിലേക്കും ഫലാവസ്ഥയിലേക്കും വരേണ്ടതുണ്ട് എന്ന് പറയാം. ബീജാവസ്ഥയെ ഇതിന് ഒരു ആചാര്യൻ കാമാവസ്ഥ എന്ന് പറയും. കാമനകൾ, ആഗ്രഹങ്ങളുടെ ഇരിപ്പിടം. ബീജാവസ്ഥയിൽ തന്നെ ജനിച്ച് മരിക്കുന്നവരുണ്ട്. ആഗ്രഹങ്ങളോടുകൂടി ജനിച്ചു, ആഗ്രഹത്തിൽ നിന്ന് ജനിച്ചു, ആഗ്രഹങ്ങളെ കൊണ്ടിങ്ങനെ ജീവിച്ചു, എവിടെയും എത്താതെ നഷ്ടപ്പെട്ടു പോകുന്നവർ. ആഗ്രഹത്തിൽ നിന്നുണ്ടായി, ആഗ്രഹം കൊണ്ട് നിലനിന്നു, ആഗ്രഹത്താൽ ഇല്ലാതെയാവുന്നവർ. പക്ഷെ വൃക്ഷാവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയാം. അത് പ്രേമനിർഭരമായിട്ടുള്ള ഒരു ജീവിതത്തെയാണ് അത്ര സൂചിപ്പിക്കുന്നത്. ഫലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ സ്വീകരിച്ച, അത് ആവാഹിച്ച പ്രാണനെ പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെ? പൂക്കളെ കൊണ്ടും അതിന്റെ സുഗന്ധത്തെ കൊണ്ടും എല്ലാം. അതാണ് അതിന്റെ പൂർണ്ണത എന്ന് പറയാം. ഈ പൂർണ്ണതയിലേക്കാണ് ഭഗവാൻ അർജുനനെ വേറൊരു പ്രകാരത്തിൽ വിളിക്കുന്നത്. അതിവിടെ വളരെ ഭംഗിയായിട്ട് ഭഗവാൻ അവതരിപ്പിക്കാൻ പോവുക. എങ്ങനെയാണോ ഇത് പ്രകൃതിയിൽ എവിടെ നോക്കിയാലും കാണാമെന്ന് പറയാം. അതുകൊണ്ട് ഈ ഒരു ദൃഷ്ടാന്തം നമ്മളൊന്ന് മനനം ചെയ്യുന്നത് നല്ലതാണ്. കൊടുമുടിയിൽ നിന്ന് വരുന്ന ഒരു ജലകണത്തിന് സമുദ്രമായി തീരാനുള്ള ഒരു അഭിനിവേശം, ഒരാഗ്രഹം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇല്ലേ? സൂക്ഷിച്ചു നോക്കിയാലുണ്ട് എന്നുള്ളതാ. അത് കൊച്ചരുവിയായി നീർച്ചാലായി വരുന്നത് അതിന്റെ പ്രയാണം സമുദ്രത്തെ ലക്ഷ്യമാക്കിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഒരു വിത്തിന് വൃക്ഷമായി, പൂവായി, കായയാവാനുള്ള ഒരാഗ്രഹം, ഒരഭിനിവേശം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഉപനിഷത്ത് സമ്മതമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തില് അങ്ങനെ അവതരിപ്പിച്ചത്. ബഹുസ്യാം പ്രജായേമ ഇതി. എനിക്ക് പലതാകണം എന്നത് ഈ വിശ്വത്തിലെ എല്ലാറ്റിലും ഉണ്ടത്രേ. പലതാകണം എന്ന് പറഞ്ഞാൽ പലതുമായി ഇരിക്കുന്നത് ഞാനാണ് എന്നുള്ളത് കൊണ്ട് എനിക്കതായി തീരേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും ഈ ഒരു ത്വര ആയിത്തീരാനുള്ള ഈ ഒരു വ്യഗ്രത, ഈ ഒരു അഭിനിവേശം, ഈ സാക്ഷാത്കാരത്തിനായിട്ടുള്ള ഈ ഒരു ദാഹം പ്രപഞ്ചത്തിലെ എല്ലാറ്റിലുണ്ട്. ഈ ഒരു നിയമം വെച്ചുകൊണ്ട് തന്നെ മനുഷ്യനും ഇത് ബാധകമാണ്. അല്ലെങ്കിൽ മനുഷ്യനും ഉണ്ട്. എന്താണ്? മനുഷ്യൻ ഈ പരിമിതികളിൽ നിന്നെല്ലാം വിട്ട് അപരിമേയമായ ഈ സത്യത്തെ, ഈ ആത്മാവിനെ പ്രാപിക്കണം എന്ന ഒരു ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവൻ ഈ വിശ്വത്തിൽ നിന്ന് എവിടെ നിന്നും അവന് പൂർണ്ണത കിട്ടാത്തത്. അവൻ അന്വേഷിക്കുന്നത് ഇതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ രൂപാന്തരണം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അതിന്റെ അപ്പുറത്തേക്ക് അവൻ എവിടെയും ഇടമില്ല. അതാണ് അതിന്റെ എക്സ്ട്രീം എന്ന് പറയാം. ഒരു മനുഷ്യൻ ഈശ്വരനാകുന്നത് ആ ഈശ്വരന്റെ തലത്തിൽ നിൽക്കുമ്പോൾ അവിടെയാണ് ഈശ്വരനിലേക്കുള്ള ഉയർച്ച. അതിന്റെ അപ്പുറത്തേക്ക് ഒരിടണ്ടോ? സാ കാഷ്ട സാ പരാഗതി ഉപനിഷത്ത് പറഞ്ഞു തന്നല്ലോ. അതിനപ്പുറത്തേക്ക് വേറെ ഒരു ഗതിയുമില്ല. ഇതാണ് ആരംഭവും. അതായത് സമുദ്രത്തിലെ ഒരു ജലഗണം ആരംഭിച്ചത് സമുദ്രത്തിൽ നിന്നാണെങ്കിൽ, അത് ഏറ്റവും താഴെ നിന്നാണെങ്കിൽ പിന്നെ അതിനൊരു ഉന്നതിയുണ്ട്. കൊടുമുടിയുടെ ഏറ്റവും ഉയർന്ന ഒരു തലം. ഇതാണ് ഇതിന്റെ ഒരു ചക്രം എന്ന് പറയാം. ഈ ഒരു ചക്രത്തെ നാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളിങ്ങനെ ഓടുകയാണ്. ഈ ഓട്ടം ഒന്ന് ശരിയാക്കി ഓടിക്കഴിഞ്ഞാൽ കാര്യം ക്ലിയർ ആവും എന്ന് പറയാം. അതുകൊണ്ട് സർവത പാണിപാദം തത് എന്നൊക്കെ പറയുമ്പം എല്ലാ പാണികളിലും എല്ലാ പാദങ്ങളിലേക്കും ഞാൻ അങ്ങോട്ട് വഴി തുറന്ന് ഞാൻ അതിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയാണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോണത്. അസി എന്നുള്ളതിൽ സംഭവിക്കേണ്ടത് അതാണ്. ഒരു ചെറിയ നദി കൈവഴിയായി ഒഴുകിയിട്ട് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന, അതാണ് ഇനിയുള്ള 6 അധ്യായങ്ങളെ കൊണ്ട് ഗീതാകാരൻ ഭഗവാൻ അല്ലെങ്കിൽ
ഭഗവാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പൊ ആ ഒരു അറിവ് ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ ഇതാണ് വരുന്ന 6 അധ്യായത്തിന്റെ താത്പര്യം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വരുന്ന അധ്യായങ്ങളെ, ശ്ലോകങ്ങളെ നമുക്ക് നോക്കാം. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃത് ച ഏവ നിർഗുണം ഗുണഭോക്തൃ ച. തത് അതിനെക്കുറിച്ച് പറയാൻ, ആ സദ്വസ്തു ബ്രഹ്മം, ബോധം, ആത്മാ സർവേന്ദ്രിയ ഗുണാഭാസം, സർവേന്ദ്രിയ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണാഭാസം, ഗുണങ്ങളായി ഭാസയതി പ്രകാശിക്കുന്നത്. സർവ ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് അതാണ്. ഇന്ദ്രിയങ്ങൾ അതല്ല. ഇന്ദ്രിയങ്ങൾക്ക് പ്രകാശം. സർവേന്ദ്രിയ വിവർജിതം, എന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത്, ബന്ധമില്ലാത്തത്. എപ്രകാരം ഇലക്ട്രിസിറ്റി, ഓർക്കുക, എപ്രകാരം ഇലക്ട്രിസിറ്റി വൈവിധ്യമാർന്ന വൈദ്യുതി ഉപകരണങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുവോ, ആ ഉപകരണങ്ങള് വൈവിധ്യമാർന്ന ഗുണങ്ങളെ ആ ഭോക്താവിന് തരുന്നത്. ഇതുപോലെ ഏകനായ ഇലക്ട്രിസിറ്റി പല വഴിക്ക് പോകുമ്പം പല പല വിധത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് തരുന്നു. ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് നാനാചിദ്രഘടോദരസ്ഥിതമഃ ദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണ ദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ഭാന്തമനുപാതി ഏതത് സമസ്തം ജഗത്. സർവേന്ദ്രിയ വിവർജിതം, എന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത്, ബന്ധമില്ലാത്തത്. എപ്രകാരം ഇലക്ട്രിസിറ്റി, ഓർക്കുക, എപ്രകാരം ഇലക്ട്രിസിറ്റി വൈവിധ്യമാർന്ന വൈദ്യുതി ഉപകരണങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുവോ, ആ ഉപകരണങ്ങള് വൈവിധ്യമാർന്ന ഗുണങ്ങളെ ആ ഭോക്താവിന് തരുന്നത്. ഇതുപോലെ ഏകനായ ഇലക്ട്രിസിറ്റി പല വഴിക്ക് പോകുമ്പം പല പല വിധത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് തരുന്നു. ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് നാനാചിദ്രഘടോദരസ്ഥിതമഃ ദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണ ദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ഭാന്തമനുപാതി ഏതത് സമസ്തം ജഗത്. ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണ ദ്വാരാ ബഹിസ്പന്ദതേ. ജ്ഞാനം, ആ അറിവ് ചക്ഷുരാദി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇത്യാദികളിലൂടെ, ആ ദ്വാരങ്ങളിലൂടെ അത് പുറത്തേക്ക് വൈവിധ്യമാർന്ന രീതിയിൽ പ്രകടമാവുന്നു. കണ്ണ് കാണുന്നു, കാത് കേൾക്കുന്നു, നാസിക ഗന്ധമറിയുന്നു. എത്രയോ വർഷങ്ങളായി ഇത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമില്ല. പണ്ടുള്ളവർ മൂക്കിലൂടെയായിരുന്നു ഭക്ഷണം കഴിച്ചത്. ഇപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇപ്പോഴും കഴിക്കേണ്ടി വരും. കുഴലതിലെയൊക്കെ കയറ്റുമല്ലോ. എന്നാലും അപ്പോൾ സർവേന്ദ്രിയ വിവർജിതം. അതുകൊണ്ട് തന്നെ അത് സർവ ഇന്ദ്രിയങ്ങളിൽ നിന്നും വിവർജിതമാണ്. ഇന്ദ്രിയങ്ങളാണോ അത്? അല്ല. ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഭിന്നമായി, എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രകാശമേകുന്നത്. അസക്തം, ഒന്നിനോടും ഒരു ബന്ധവും ഇല്ലാത്തത്. അസക്തം. സർവഭൃത്, എല്ലാറ്റിനെയും ഭരിക്കുന്നത്. ഒന്നൊഴിയാതെ, ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് പറയാം. സർവഭൃത്, എല്ലാറ്റിനെയും ഭരിക്കുന്നു. എന്താണ് നിർഗുണം? ഗുണരഹിതം. ഗുണരഹിതം എന്ന് പറഞ്ഞാൽ ഒരു വകയ്ക്ക് കൊള്ളാത്തത് എന്നല്ല. എല്ലാറ്റിനും ആശ്രയമായി നിൽക്കുന്ന ഒന്നിന് ഏതെങ്കിലും ഒരു ഗുണത്തെ സ്വീകരിച്ചാൽ ആ ഗുണം മറ്റു പലതിനും ചേർന്നുകൊണ്ടിരിക്കും. സ്വാമിയുടെ വസ്ത്രത്തിന് നീലം മുക്കേണ്ട ആവശ്യമില്ല.
കാരണം നീലമുക്ക എന്നുള്ള ഒരു ഗുണം അതിന് ആ വെള്ള വസ്ത്രത്തിന് മാത്രമേ അതിന് എന്താ പറയാ ആ ഗുണം സ്വീകരിക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ ഗുണരഹിതമായ ഒന്നിനാണ് എല്ലാ ഗുണങ്ങളെയും പ്രദാനം ചെയ്യാൻ സാധിക്കും. ഇതുമായിട്ട് ഏകദേശം ചേർന്ന് നിൽക്കുന്നത് വായു, ജലം ഒക്കെയാണ്. ജലത്തിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അർത്ഥത്തിലാണ് അതിന് നിർഗുണം എന്ന് പറയേണ്ടത്. അല്ലാതെ ഗുണമില്ല എന്നല്ല. അത് നിർഗുണമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കതിൽ പലതും ചേർക്കാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ ഈ നിർഗുണം എന്നത്. പക്ഷെ സാധാരണ മലയാളത്തിൽ നമ്മൾ നിർഗുണം എന്ന് പറയുമ്പം നിർഗുണാണ്. ഈ മരം അത് പടുമരം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് നിർഗുണ ബ്രഹ്മം എന്ന് പറയും. അത് ഒരു ഗുണമില്ലാത്ത നിർഗുണം. ഗുണഭോക്താച്ച ഏവ. അതുകൊണ്ടാണ് ഉടനെ അങ്ങനെ പറഞ്ഞത്. ഗുണഭോക്ത, ഗുണങ്ങളുടെ ഗുണഭോക്താവാണ്. ഗുണഭോക്താവും അതുതന്നെയാകുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരണത്തിൽ ഭഗവാൻ പറയുന്നു, അത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണമായി എന്താണ് ഇന്ദ്രിയങ്ങൾക്ക് പ്രകാശകനായി നിലകൊള്ളുന്നു. അതുപോലെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവനാണ്, ഒന്നിനോടും ബന്ധമില്ലാത്തവനാണ്, എല്ലാറ്റിനെയും ഭരിക്കുന്നവനാണ്, ഗുണരഹിതനാണ്, ഗുണഭോക്താവും ആണ്. ഭഗവാൻ തുടരുകയാണ്. പ്രകൃതം ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. ഭഗവാൻ ഉപനിഷത്തിലെ മന്ത്രങ്ങൾക്ക് സമാനമായി ആശയത്തെ അവതരിപ്പിക്കുന്നു. പറയുന്നു, ബഹിഹി അന്തഃ ഭൂതാനാം അചരം ചരം ഏവച സൂക്ഷ്മത്വാത് തത് അവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തത്. ഉപനിഷത്തിലെ ഈശാവാസ്യത്തില് ബ്രഹ്മത്തിന്റെ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, തദേജതി തത് ന ഏജതി തദ്ദൂരേ തദന്തികേ ച ഇത്യാദി ശ്രുതികളെ കൊണ്ട് അതിളകുന്നു, അതിളകുന്നില്ല, അത് ദൂരത്താണ്, അത് അടുത്താണ്, അത് പുറത്താണ്, അതെല്ലാറ്റിന്റെയും അകത്താണ് എന്നൊക്കെ. അതുപോലെ ഇവിടെ പറയണു, തത് അത് ഏത് ക്ഷേത്രജ്ഞൻ, ആത്മാ ബ്രഹ്മം, ഭൂതാനാം ബഹിഹി ഭൂതങ്ങളുടെ പുറത്തും, അന്തഃച അകത്തും. അത് ഭൂതങ്ങളുടെ പുറത്താണ്, ഭൂതങ്ങളുടെ അകത്താണ്. അതോ അചരം, അതെന്താണ്? അത് ഇളകാത്തതാണ്. എന്നാ ചരം, അത് ഇളകുന്നതാണ്. അത് ചലിക്കുന്നതാണ്, അത് ചലിക്കാത്തതാണ്. അത് സ്ഥാവരമാണ്, അത് ജംഗമമാണ്. സൂക്ഷ്മത്വാത്, അത് സൂക്ഷ്മത്വം ഹേതുവായിട്ട് അങ്ങേയറ്റം സൂക്ഷ്മമാണ്. അതിനാൽ തന്നെ അത് അവിജ്ഞേയം, അറിയപ്പെടാവുന്നതല്ല. തത് ദൂരസ്ഥം, അത് അങ്ങേയറ്റം ദൂരമാണ്. തത് അന്തികെ, അത് അങ്ങേയറ്റം അടുത്തുമാണ്. ഇപ്പൊ മനസ്സിലായി സ്വാമി അല്ലേ? ഇത് നല്ല വട്ടാണെന്ന് പറയാം. ഉപനിഷത്തിൽ പറയുന്നതാണ്, തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതേ എന്നൊക്കെ ഈശാവാസ്യത്തില്. അതേ ഈശാവാസ്യത്തിലെ അതേ മന്ത്രത്തെ തന്നെ ഭഗവാൻ ചെറിയൊരു മാറ്റത്തോടുകൂടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ആത്മാവ് ഇളകുന്നതാണ്, ആത്മാവ് ഇളക്കമില്ലാത്തതാണ്, ആത്മാവ് ദൂരത്താണ്, ആത്മാവ് അടുത്താണ്, ആത്മാവ് പുറത്താണ്, ആത്മാവ് അകത്താണ്. എന്താ സ്വാമി ഇങ്ങനെ പറഞ്ഞ കാര്യം? വളരെ വളരെ എളുപ്പമാണ്. ഇതിന് ഒരുപാട് പ്രകാരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്ന ശ്ലോകമാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾക്കൊന്നും സ്വാമി മുതിരുന്നില്ല. കാരണം നിങ്ങൾ ഏറെക്കുറെ റെയിലിന്റെ മുകളിൽ കയറി എന്ന് സ്വാമി വിശ്വസിക്കണം. റെയിലിന്റെ മുകളിൽ കയറുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ട്രാക്കിൽ വന്നു എന്ന്. അതുകൊണ്ട് ഇനി വളരെ വേഗത്തിൽ പോവാമെന്ന് പറയാം. എന്നാലും ഭൂതാനാം അന്തഃ ബഹിഹി, ഭൂതങ്ങളുടെ പുറത്തും അകത്തും.
ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ, ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, അതിന്റെ അകത്തുമാണത്, പുറത്തുമാണ്. അതേസമയം അത് ഇളകുന്നു, അത് ഇളകുന്നില്ല. അതുപോലെ തന്നെ അത് സൂക്ഷ്മമാണ്, അത് അറിയപ്പെടാവുന്നതല്ല, അത് ദൂരെയാണ്, അടുത്താണ് എന്നൊക്കെ പറയുമ്പം ഈശ്വരനെ, ആത്മാവിനെ ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ അവതരിപ്പിക്കുന്നത് ബാഹ്യമായി ഒരു ഈശ്വരനോ ആന്തരികമായി ഒരു ഈശ്വരനെയോ ഉപനിഷത്ത് അല്ലെങ്കിൽ ഭഗവത്ഗീത സമ്മതിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ബാഹ്യമായി ഒരു ഈശ്വരൻ, അതായത് ഇവിടെ നിന്ന് ഇത്ര കിലോമീറ്റർ മാറിയിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് മൂപ്പരങ്ങനെ ഒരു പ്രത്യേക കസേരയിൽ ഇരുന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആരൊക്കെയാ പാപികള്, ആരൊക്കെയാ പുണ്യാളന്മാര്, ഇവരെയൊക്കെ ഒന്ന് നന്നാക്കി വിടാൻ. അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്നോട്ടെ, നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരരുത്, അവരായി അവരുടെ പാഠമായി എന്ന് പറയും. അതുകൊണ്ട് അതിനെ ഗീത സമ്മതിക്കുന്നില്ല എന്ന് പറയാം. ബാഹ്യമായൊരു ഈശ്വരനോ ആന്തരികമായൊരു ഈശ്വരനോ അല്ല. പിന്നെയോ പ്രപഞ്ച ആകാരമാണ് ഈശ്വരൻ എന്ന് പറയാം. പ്രപഞ്ച ആകാരമാണ് ഈശ്വരൻ. ആകാരമായി ഒന്ന് നിൽക്കുന്നത് അത് അകത്തും പുറത്തും ദൂരെയും അടുത്തും എല്ലാമാണ്. വളരെ വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, അതായത് ഇതിപ്പോ ഉണ്ടല്ലോ, അകത്താണ് പുറത്താണ് അത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കാരണം അവിജ്ഞേയം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് രക്ഷപ്പെടാം പറഞ്ഞിട്ട്. അങ്ങനെയല്ല, അവിജ്ഞേയം എന്ന് പറയുമ്പം മനസ്സിലാക്കുക, ഇതാണ് അതിലെ മനസ്സിലാകാൻ പറ്റാത്തതായിട്ടുള്ള ഒന്ന്. ഇനി അത് ദൂരെയാണ് എന്നുള്ളത് ആർക്കാണ്? അന്വേഷിക്കാത്തവൻ. ഈശ്വരനെ അല്ലെങ്കിൽ സത്യത്തെ അന്വേഷിക്കാത്ത ഒരുവന് ഈശ്വരൻ വളരെ 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 ദൂരെ. വിശ്വസിക്കുന്നവനൊക്കെ തന്നെ അത് ദൂരെയാണ്. എന്നാൽ അന്വേഷിക്കുന്നവനോ അന്വേഷിച്ചവനോ അത് അടുത്താണ്, അകത്താണ്. കാരണം താനാണ്. അന്വേഷകനും അന്വേഷണ വസ്തുവും ഏതൊന്നിനെയാണോ അന്വേഷകൻ അന്വേഷിക്കുന്നത് അത് താനാണെന്ന് അന്വേഷകൻ അറിയുന്ന വേളയിൽ, അറിയാത്ത വേളയിൽ അത് ദൂരെ, അറിയുന്ന വേളയിൽ തദന്തികെ, അതകത്ത്. ഇതാണ് അതിന്റെ രീതി. അറിയാത്തപ്പോ അത് ഇളകും, അറിഞ്ഞു കഴിഞ്ഞാലോ അത് ഇളകില്ല. അതേജതി, അതിളകും, അത് ന ഏജതി, ഇളകില്ല. അതായത് സത്യത്തെ രണ്ട് രീതിയിൽ അവതരിപ്പിക്കുക. ഒന്ന് സ്വരൂപലക്ഷണം എന്ന് പറയും, ഒന്ന് തടസ്ഥ ലക്ഷണം എന്ന് പറയും. അസ്ഥിരമായ ഘടകങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് സത്യത്തെ നോക്കുന്ന സമയത്ത് സത്യത്തിന് ഇളക്കമുണ്ട്, സത്യം ദൂരെയാണ്. എന്നാൽ സ്ഥിരമായതിനോട് ചേർത്ത് വെച്ച് നോക്കുമ്പോഴോ സത്യത്തിന് ഇളക്കമില്ല, അത് ദൂരെയല്ല. ഇതൊക്കെയാണ്. അപ്പൊ ഉദാഹരണത്തിന് ട്രെയിനിൽ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഓർമ്മയിരിക്കട്ടെ. ഒരു സ്റ്റേഷനിൽ നിർത്തി വെള്ളം മേടിക്കാൻ പോയി. ഇപ്പുറം നോക്കിയ സമയത്ത് ട്രെയിൻ ഇളകി. മോനെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇളകിയിട്ടില്ല. വീണ്ടും ഇങ്ങോട്ട് നോക്കിയപ്പോൾ ട്രെയിൻ ഇളകുന്നു. അസ്ഥിരമായ ഇളകുന്നതുമായി ചേർത്ത് നമ്മുടെ ട്രെയിനിനെ നോക്കിയ സമയത്ത് നമ്മുടെ ട്രെയിന് ഏജതി, ഇളകി. സ്ഥിരമായ, താൽക്കാലികമായ സ്ഥിരമായ അത് ഇളക്കമുള്ളതാണ്, പക്ഷെ നമുക്ക് ഇളക്കം അനുഭവപ്പെടില്ല. ആ പ്ലാറ്റ്ഫോമുമായി ചേർത്ത് നോക്കിയ സമയത്ത് ഇതിനിളക്കമില്ല. ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കുമ്പം ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സൂര്യൻ എന്തുണ്ട്? ചലനമുണ്ട്. എന്തുകൊണ്ട്? ഭൂമിക്ക് തന്നെ ചലനമുണ്ട്. അതുകൊണ്ട് ഇവിടെ അന്വേഷിക്കാത്തവന് ദൂരെയാണെന്നും അന്വേഷിക്കുന്നവൻ അടുത്താണെന്നും എന്നുള്ള പല പല പ്രകാരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. സൂക്ഷ്മമാണെന്ന് പറയുന്നത് അന്വേഷിക്കുന്നവൻ തന്നെ ആയതുകൊണ്ട്. അതുകൊണ്ടാണല്ലോ ദ്രൗപദിയുടെ ഭഗവാനെ ഉള്ള വിളിയിൽ ഇത്തരത്തിലൊരു സൂചന നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ദ്രൗപദി പലരോടും വിളിക്കും. ഈ 5 ഭർത്താക്കന്മാരോട് പറയും,
അവർക്കൊന്നും സാധിക്കുന്നില്ല. അവരൊക്കെ ആ സമയത്തെ അവർ കഷ്ടപ്പെടുന്ന സമയത്ത് ആ ഒരു ഗംഭീര സംഭവമാണത്. അവിടെ ദ്രൗപദി ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സഭയിൽ ധർമ്മത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ധർമ്മം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ മിണ്ടാതിരിക്കണം. അപ്പോൾ കുലവധു പണയ വസ്തുവാണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോഴാ. ഇതെവിടുത്തെ ന്യായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്ത്രീകളോട് ഇത്തരത്തിലുള്ള മര്യാദയില്ലാതെ പെരുമാറാൻ പാടുവോ? ഒരുപാട് കാര്യം ദ്രൗപദി നമ്മുടെ ഇന്നൊന്നും അത്ര കേമായിട്ട് ആരും ചോദിച്ചിട്ടില്ല. ഒരു വനിതാ കമ്മീഷനും ചോദിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. വളരെ കേമായിട്ട് അതിന്റെ അവതരിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെ ഭഗവാനെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യം വിളിക്കും അത്ര, ഹേ കൈലാസം വൈകുണ്ഠവാസിൻ. അതെ, സ്വാമി ആ ശിവരാത്രിയുടെ ഹാങ് ഓവർന്ന് മാറിയിട്ടില്ല നമ്മുടെ കൈലാസം ഒന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ല, ആ പ്രയോഗം വേറെ പലയിടത്തും. വൈകുണ്ഠവാസിൻ, ദ്വാരകാധിപൻ എന്നൊക്കെ വിളിക്കുന്ന. അപ്പൊ ഭഗവാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, അല്ലേ? ഹൃദയകമലവാസിൻ എന്ന് പറഞ്ഞപ്പോഴാണ് അത്ര വന്നത്. ദ്വാരകാവാസിൻ എന്ന് പറയുമ്പോൾ കുറെ ദൂരമുണ്ടെന്നാണ്. സ്വാമി ഒരു കഥ തമാശ രൂപത്തിൽ പറഞ്ഞോ എന്ന് ഓർമ്മയില്ല. ഇവിടെ സ്മരിക്കുന്നത് നന്നായിരിക്കും. ഭാഗവതം രാജകൊട്ടാരത്തിൽ വായിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഗജേന്ദ്രമോക്ഷമാണ് കഥ. ഗജേന്ദ്രമോക്ഷം വായിക്കുന്ന സമയത്ത് ആർക്കോ തോന്നി ഈ ഗജേന്ദ്രൻ വസിച്ച പൊയ്ക ഉണ്ടല്ലോ, താമര പൊട്ടിക്കാൻ ഇറങ്ങിയ പൊയ്ക, അവിടെ ഗജേന്ദ്രന് ഭഗവാൻ മോക്ഷം കൊടുത്തു എന്നാണ് കഥ. അപ്പൊ വൈകുണ്ഠത്തിൽ നിന്ന് അവിടേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ഈ ഏതോ ഒരു കുസൃതിയാണ് ചോദിച്ചത്, എത്ര കിലോമീറ്റർ വരുന്നു. അപ്പൊ അവിടെ കൂടിയിരുന്ന ഭാഗവത ആചാര്യന്മാരൊക്കെ നോക്കി ഭാഗവതത്തിൽ എവിടെയെങ്കിലും ഈ കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടോ നോക്കിയപ്പോ അതിൽ കാണുന്നില്ല, അങ്ങനെ ഒരു ദൂരം കാണുന്നില്ല. ചിലരൊക്കെ അങ്ങനെ രാജാവിന്റെ അടുത്താണ് എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ തല പോകും, പിന്നെ പറയാൻ ഭാഗവതം വായിക്കാൻ നേരത്ത് തലയുണ്ടാവില്ല. അതുകൊണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറയാം. അപ്പൊ രാജാവിന് ഈ പങ്ക തിരിച്ചു കൊടുക്കുന്നവനുണ്ട് അത്ര. അവൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു മഹാരാജൻ, എന്നാ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു അതെ, വിളിച്ചാൽ കേൾക്കുന്ന അടുത്ത് തന്നെയാണ്. കാരണം ഒന്നാമത് അദ്ദേഹം അതായത് ഗജേന്ദ്രന്റെ ശക്തി മുഴുവൻ ചോർന്നു പോയിരിക്കുക. എത്രയോ മാസങ്ങളോ എത്രയോ മാസങ്ങൾ യുദ്ധം നടന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള പിടിയും വലിയും, മുതലയും ഗജേന്ദ്രനും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഗജേന്ദ്രൻ ഭഗവാനെ എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചിട്ട് അത് കേൾക്കാൻ പാകത്തിന് ഒരു അത്ര ദൂരത്തേക്ക് ഗജേന്ദ്രന്റെ ശബ്ദം ചെല്ലില്ല. അതുകൊണ്ട് ഗജേന്ദ്രന്റെ അന്തർയാമിയായി ആ കേന്ദ്രത്തിൽ നിലകൊള്ളുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് അവിടുന്ന് ദൂരമില്ല എന്നാണ്. വൈകുണ്ഠത്തിലേക്ക് ദൂരം, കാരണം അത് എവിടെയാണോ അളവുകോല് വെക്കുന്നത് അത് അവിടെ തന്നെയാണ്. അതുകൊണ്ട് അളക്കാൻ പറ്റില്ല, അപ്രമേയം. അത് ഗജേന്ദ്രന്റെ കേന്ദ്രം തന്നെയാണ്. അപ്പൊ ബോധ്യായി രാജാവിന്. ഉടനെ രാജാവിന് അങ്ങനെ ഒരു ദോഷമുണ്ടല്ലോ, ഉടനെ കയ്യിലിരിക്കുന്നത് അഴിച്ചു കൊടുത്തു. അപ്പൊ അത് അടുത്താണ്. അല്ലാത്തവർക്ക് എന്താണ്, അത് അളക്കേണ്ടി വരും. ആ പൊയ്കയിൽ നിന്ന് എത്ര ദൂരമുണ്ട് വൈകുണ്ഠം എന്നൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങുകയാണല്ലോ. അതുകൊണ്ട് ഭൂതാനാം ബഹിഹി അന്തഃ അചരം ചരം സൂക്ഷ്മത്വാത് അവിജ്ഞേയം ദൂരസ്ഥം അന്തികേച്ച തത്. അറിഞ്ഞുകൊള്ളുക, അത് പ്രപഞ്ച ആകാരമായി നിലകൊള്ളുന്നു. അന്വേഷിക്കാത്തവൻ ഒരിക്കലും കിട്ടുന്നില്ല. അന്വേഷിക്കുന്നവന് താൻ തന്നെയാണ് അന്വേഷണ വസ്തു, താൻ തന്നെയാണ് അന്വേഷിക്കേണ്ടത് എന്നറിയുന്നു. തുടർന്നു അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. അത് ആ ബ്രഹ്മം അവിഭക്തം,
അത് അവിഭക്തമാണ്. അവിഭക്തം എന്ന് പറഞ്ഞാൽ വിഭക്തമല്ലാത്തത്. വിഭക്തമല്ലാത്തത് എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടാൻ ആകാത്തത്. വിഭജിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ ഇന്ന് വരെ എന്ന് വിഭജിക്കാൻ ഒരു പ്രകാരത്തിലും വിഭജിക്കാൻ പറ്റില്ല. അവിഭക്തം. ഭൂതേഷു വിഭക്തം. ഈ ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും ഒക്കെ ഉള്ള പ്രയോഗം ഉണ്ടല്ലോ, ഈ വക്കീലുമാരിത് പഠിക്കുന്നത് നല്ലതാ. കാരണം അതിന്റെ ഒരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കില്ല എന്ന് പറയും. പിന്നെ ഒരു തരത്തിലും മാറ്റി എഴുതാൻ പറ്റില്ല, ആര് എത്ര വിചാരിച്ചാലും. ചില വക്കീൽമാരങ്ങനെയാണല്ലോ, എഴുതി കഴിഞ്ഞാൽ അതിൽ ഒരു തരത്തിലും അത് അങ്ങനെ അങ്ങോട്ട് ആണി അടിക്കുന്ന പോലെ അവർ എഴുതുക. ചിലപ്പോൾ പോലീസ് മസഹർ ഇങ്ങനെ FIR തയ്യാറാക്കും. ഒരാളെ നായ കടിച്ചത് നിങ്ങൾക്കറിയോ? കേട്ടിട്ടില്ല? കേട്ടിട്ടില്ലേ? ഉണ്ട്. എന്നാ ഒരാളെ നായ കടിച്ചു. അപ്പോ പോലീസ് അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. ആരെയും പേടിപ്പിക്കുന്ന, കണ്ടാൽ ഭയക്കുന്ന, ഭയം ജനിപ്പിക്കുന്ന, പല്ലുകളും പിന്നെ നാവും ഒക്കെ ഇങ്ങനെ പുറത്തേക്കിട്ട് ഇങ്ങനെ കുരയ്ക്കുന്ന കറുത്ത നായയാണ് ഇയാളെ കടിച്ചത് എന്നിങ്ങനെ എഴുതാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് ഈ ആളിങ്ങനെ നോക്കുന്നത്. മറ്റേ ആൾ, നായയുടെ ഓണർ, എഴുതുന്ന അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിച്ചു. സാറേ ഒരു മിനിറ്റ് സാറ്. പിന്നെ അദ്ദേഹം വന്നെഴുതി. എന്തിനാ വിളിച്ചതെന്ന് സ്വാമിക്ക് അറിയില്ല. പക്ഷെ അദ്ദേഹം പിന്നെ എഴുതിയത് ഇങ്ങനെയാണ്, ആ നായക്ക് കണ്ണ് കാണില്ലായിരുന്നു. അത് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കണ്ണ് കാണാത്ത നായയായിരുന്നു അത് എന്ന അന്വേഷണത്തിൽ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഇതുപോലെയാ ഭഗവാൻ ഈ എഴുത്ത്. എഴുത്തെന്ന് പറഞ്ഞ ശ്ലോകങ്ങൾ എന്താണ്? ഒരാൾ പറയുകയാണ് അവിഭക്തം എന്ന് പറഞ്ഞു, അതിനെ വിഭജിക്കാൻ പറ്റില്ല. ഇന്ന പ്രകാരത്തിൽ എന്ന് വിഭജിക്കാൻ പറ്റാത്തതാണ്. തുടർന്ന് പറഞ്ഞു ഭൂതേഷു വിഭക്തം, എന്നാൽ ഭൂതങ്ങളിൽ വിഭക്തം, വിഭജിക്കാവുന്നത്. ഭൂതേഷു വിഭക്തം ഇവ എന്ന പോലെ, അതും ഒരു ക്ലോസാണ്. ഇവ പോലെ അല്ല എന്ന്. ഭൂതേഷു വിഭക്തം ഇവ, എന്നാൽ ഭൂതങ്ങളിൽ വിഭജിക്കപ്പെടാവുന്നതാണ് എന്നതുപോലെ സ്ഥിതം ച, എന്നാൽ അത് സ്ഥിരമായിരിക്കുന്നതാണ്. ച എന്നാണ് സ്ഥിരമായിരിക്കുന്നതും. ഭൂതഭർത്ത, ഭൂതങ്ങളെ ഭരിക്കുന്നതും. ഗ്രസിഷ്ണു, ഗ്രസിക്കുന്നതും. പ്രഭവിഷ്ണു, പ്രഭവിപ്പിക്കുന്നതും. തത് ഏവ, അതുതന്നെ എന്ന് പറയും. അതുതന്നെയാണ് എല്ലാറ്റിനും ആധാരമായി അധിഷ്ഠാനമായി നിലകൊള്ളുന്നത്. ജ്യോതിഷാമപി തജ്ജ്യോതിഃ തമസഃ പരമുച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ജ്യോതിഷാം അപി തജ്ജ്യോതിഃ തമസഃ പരം ഉച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ഗംഭീര ശ്ലോകങ്ങളായതൊക്കെ പറയുന്നു. തത്, അത്, ആ ക്ഷേത്രജ്ഞൻ, ആ ബ്രഹ്മം, ഈശ്വരൻ, ആത്മാ. ഈ ശബ്ദങ്ങളൊന്നും പലതല്ല, ഓർത്തുകൊള്ളുക. ജ്യോതിഷാം അപി, എന്തൊക്കെ പ്രകാശിക്കുന്നുണ്ടോ അതിനൊക്കെ അപ്പുറത്ത്, അതിനൊന്നും, അതായത് ജ്യോതിഷാം അപി, പ്രകാശ വസ്തുക്കൾക്ക് പോലും ജ്യോതി പ്രകാശമാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെ പ്രകാശിക്കുന്നുണ്ട്? ഏറ്റവും വലിയ പ്രകാശകനാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ. അതുകൊണ്ട് ഉപനിഷത്ത് മന്ത്രങ്ങളാണിത്. ന തത്ര സൂര്യോ ഭാതി, ഉപനിഷത്തിൽ പറയും. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. പലപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ് അല്ലേ? ന തത്ര സൂര്യോ ഭാതി, സൂര്യൻ അവിടെ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല, അഗ്നി പ്രകാശിക്കുന്നില്ല. അതിനെ ഇവിടെ പറയുന്നു ജ്യോതിഷാം അപി ജ്യോതി, ജ്യോതിസുകൾക്ക് മുഴുവൻ ജ്യോതി, പ്രകാശം. തമസഹ പരം ഉച്യതേ,
ഇരുട്ടിന്റെ അപ്പുറത്താണത് എന്ന് പറയുമ്പം ഇരുട്ട് എന്നുള്ളത് എന്താണ്? ഇരുട്ടും ഒരു പ്രകാശം തന്നെയാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഇരുട്ടും നമ്മളെ സംബന്ധിച്ച് ഇരുട്ട് ഒരു ഒരു ദൃശ്യവസ്തു തന്നെയാണ് ഇരുട്ട് എന്നുള്ളത്. അല്ലേ? മനസ്സിലാവുന്നില്ല? ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ട് പ്രകാശം പോലെ തന്നെ ഇരുട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. നേത്രമുള്ളത് കൊണ്ടാണ് ഇരുട്ടും നമുക്ക് എന്താവുന്നത്? ദൃശ്യമാകുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുക, ഉടനെ അത് ഇരുട്ടാണോ എന്ന് സംഭവം വരുവേ. അങ്ങനെ ഒരു സംശയം വരാം. ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ എന്താണത് എന്ന്. അതുകൊണ്ട് തമസഹ പരം ഉച്യതേ, അത് ഇരുട്ടല്ല. തമസഹ പരം, ആ ഇരുട്ടിന്റെ അപ്പുറത്തുള്ളതാണ്. പരം ഉച്യതേ, അപ്പുറത്തെന്ന് പറയപ്പെടുന്നു. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. ഒരു വളരെ ഗംഭീരമായ പ്രയോഗമാണ്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. എന്താണ്? ജ്ഞാനം, അറിവ്, ജ്ഞേയം, അറിയേണ്ടത്, ജ്ഞാനഗമ്യം, അറിവ് കൊണ്ട് പ്രാപിക്കേണ്ടത്. വിത്ത്, വൃക്ഷം, ഫലം. വരയിട്ട് എഴുതി വെച്ചോളൂ. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. അറിവ്, അറിയേണ്ടത്, അറിവ് കൊണ്ട് ലഭിക്കുന്ന പ്രയോജനം എന്ന് പറഞ്ഞാൽ മൂന്നും മൂന്നല്ല. മൂന്ന് സാധ്യതകളാണ്. വിത്ത് തന്നെയാണ് ഫലമാകുന്നത്, വിത്ത് തന്നെയാണ് വൃക്ഷമാകുന്നത്. പക്ഷെ അനുവദിക്കുന്നില്ല എങ്കിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് എന്തു വേണം? നമുക്ക് സംതൃപ്തി അന്യമാകുന്നുവെങ്കിൽ അതിന് കാരണം ഇതാണ്. ഒരു വിത്തിന് സംതൃപ്തി ഇല്ല എങ്കിൽ വിത്തിന് എന്തായി തീരാൻ സാധിച്ചിട്ടില്ല? ഫലമാവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വിത്തിന് യാത്ര ചെയ്യേണ്ടതുണ്ട്. വിത്തിന് പല പടികൾ കടന്നു പോകേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ച് ഇതൊക്കെ സാധനയുടെ പടികളാണ്. വിത്തിന് അതിന്റെ വേരിനെ മണ്ണിന്റെ അടിയിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ത്തി ഇറക്കേണ്ടതുണ്ട്. എന്നാലേ അതിന്റെ ശിഖരങ്ങൾ മുകളിലേക്ക് കയറും. നമ്മൾ വിചാരിച്ചേക്കരുത്, ഉന്നതിയെ പ്രാപിച്ച ഒരു വൃക്ഷം അങ്ങനെ ഉന്നതിയിൽ പ്രാപിക്കുന്ന സമയത്ത് അതിന്റെ അടിയിലേക്കൊരു പോക്കുണ്ട്. അതിനെ വിസ്മരിക്കരുത് എന്ന് പറയാം. ഇതൊക്കെ സാധന തന്നെയാണ്. അതുകൊണ്ട് വൃക്ഷം മാത്രമായാൽ പോരാ, എന്താവണം? ഫലമാവണം. അപ്പൊ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം, നല്ല കോമ്പിനേഷനാണത്. മൂന്നും മൂന്നല്ല, മൂന്നും ഒന്ന് തന്നെയാണ്. അപ്പൊ ഒരുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ സദ്വസ്തുവാണ്. അതുകൊണ്ട് അവൻ പൂജ്യനാണ്, യോഗ്യനാണ്, ആദരണീയനാണ്. ഉപനിഷത്തിൽ പറയും തത് ഭജനീയം, അത് വരേണ്യം, അത് ഭജനീയമാണ്. തദ്വനം നാമ തദ്വനം ഇതി ഉപാസിതവ്യം. അതിനെയാണ് ഭജിക്കേണ്ടത്, അതാണ് ഭജനീയമായിട്ടുള്ളത്, അതിനെയാണ് ഉപാസിക്കേണ്ടത് എന്ന്. അപ്പം ആയിത്തീരുക. അതുകൊണ്ടാണല്ലോ മറ്റേ ഇതിലൊക്കെ നമ്മൾ ജനിച്ചു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജനിച്ചാൽ മാത്രം പോരാ, എന്ത് വേണം? ഇപ്പൊ വിത്ത് പരുവത്തിലാണെങ്കിൽ നമ്മൾ വളരണം. വളരുക എന്നല്ലേ പറയാനല്ലേ? വളരണം, പുഷ്പിക്കണം, കായ്ക്കണം എന്ന് പറയാം. തുടർന്ന് ഇതുവരെ ഭഗവാൻ ഇനി പ്രകരണത്തെ ഒന്ന് മാറ്റുന്നു. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതദ്വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി പറയും. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ച ഉക്തം സമാസതഃ മദ്ഭക്തഃ ഏതദ് വിജ്ഞായ മദ്ഭാവയ ഉപപദ്യത്തെ. മദ്ഭാവായ ഉപപദ്യത്തെ. നല്ലൊരു ഭഗവാൻ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് പറയുക. എന്താ പറയണത്?
ഇതി ക്ഷേത്രം, ഇപ്രകാരം ക്ഷേത്രവും, ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശരീരം പറഞ്ഞു. എങ്ങനെയാണ് ക്ഷേത്രം ശരീരമായിട്ടിരിക്കുന്നത് എന്ന് ആരംഭത്തിൽ പറഞ്ഞു അല്ലേ? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അധ്യായം ആരംഭിക്കുന്നത്. അർജുനന്റെ ശ്ലോകത്തെ മാറ്റിവെക്കുകയാണെങ്കിൽ, സ്വാമി നിങ്ങളോടൊരു ഒരു അബദ്ധം പറഞ്ഞു എന്നൊരു സംശയം. എന്താന്ന് പറഞ്ഞാൽ, മഹാഭാരതത്തില് ഈ ശ്ലോകത്തെ, അർജുനന്റെ 13-ാം അധ്യായത്തിലെ ഈ ശ്ലോകം മഹാഭാരതത്തിൽ കാണില്ല. കാണും എന്നാണോ പറഞ്ഞതെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മഹാഭാരതത്തിൽ അത് ഒരു ബ്രാക്കറ്റിലാക്കി കൊടുത്തിട്ടുണ്ട്, അത് ഇല്ലാത്തതാണെന്നുള്ളത്. അത് നമുക്ക് നോക്കിയപ്പം ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. മഹാഭാരതത്തില് 13-ാം അധ്യായത്തിലെ ഈ 13-ാം, അതായത് 6-ാം പർവം ഭീഷ്മപർവം 13-ാമത്തെ അധ്യായം മുതലാണല്ലോ ഗീതാപർവം ആരംഭിക്കുന്നത്. അതിൽ 25-ാമത്തെ അധ്യായമാണ് 1-ാം അധ്യായം ഭഗവത്ഗീതയിൽ. അങ്ങനെ മഹാഭാരതം നോക്കിയാൽ 13-ാം അധ്യായത്തിലെ ആരംഭത്തിൽ അർജുനന്റെ ഈ ശ്ലോകം കാണില്ല. പുതിയൊരു വേർഷൻ പുതിയൊരു പബ്ലിഷേഴ്സിന്റെ ഒരു മഹാഭാരതം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കിയ സമയത്ത് അത് ജസ്റ്റ് അവരിങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്കെന്തോ ഒരു തെറ്റി പറഞ്ഞു എന്നൊരു സംശയം. ഏതായാലും മഹാഭാരതത്തിൽ ആ ശ്ലോകത്തെ കാണില്ല അറിയാം. ഗീതയിൽ 2 പാഠഭേദങ്ങളാണ്. ആ സന്ദർഭത്തിൽ മനസ്സിലായിക്കോളൂ. ഒന്ന്, ഈ 13-ാം അധ്യായത്തിലെ ഈ അർജുനന്റെ ചോദ്യവും, 2 1-ാം അധ്യായത്തിൽ അത് സൂചിപ്പിച്ചൊന്ന് ഓർമ്മയില്ല. തഥാ ഏവച, ഈ യുദ്ധവീരന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് തഥാ ഏവച എന്നും ജയദ്രഥ എന്നും ഒരു പ്രയോഗം കാണാം. ചില പുസ്തകങ്ങളിൽ ജയദ്രഥ എന്ന് കാണും, ചിലതിൽ തഥാ ഏവച എന്ന് കാണും. തഥാ ഏവച എന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റുള്ളവരും, ജയദ്രഥ എന്ന് പറഞ്ഞാൽ ദുശ്ശളയുടെ ഭർത്താവായിട്ടുള്ള ജയദ്രഥനെയും കൂടെ കൂട്ടിച്ചേർക്കുക. ഇങ്ങനെ 2 പാഠഭേദങ്ങൾ ഭഗവത്ഗീതയിൽ നിലനിൽക്കുന്നുണ്ട്. ചില ആളുകൾ ജയദ്രഥ എന്നുള്ളതിനെ സ്വീകരിക്കും, ചിലര് തഥാ ഏവച എന്നുള്ളതിനെ സ്വീകരിക്കുന്നു. വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല. തഥാ ഏവച എന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റുള്ളവരും, ജയദ്രഥ എന്ന് പറഞ്ഞാൽ ജയദ്രഥനും എന്നേ ഉള്ളൂ. സ്വാമി അപ്പൊ സൂചിപ്പിച്ചോ എന്ന് ഓർമ്മയില്ല. ശരി. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ആരംഭിച്ചത്. ഇത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പൊ ശരീരത്തെ നമ്മൾ കണ്ടു ക്ഷീയതേ, നശിക്കുന്നത് എന്ന്. നശിക്കുന്നതാണ്. അതുപോലെ കർമ്മഫലം അനുഭവിക്കാനുള്ളതുമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രം എന്ന് വയലിനെ പറയുന്നത്. വയൽ ക്ഷേത്രമാണ്. എന്തുകൊണ്ട്? വയലിൽ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ഫലം വിള നൽകുന്നതാണ്. ആ സംസ്കൃതത്തിൽ ആ പ്രയോഗം ഗംഭീരമാണ്. അപ്പൊ വിള നൽകുന്നതാണ്, കർമ്മഫലം തരുന്ന ഇടമാണ് ക്ഷേത്രം. അപ്പൊ കർമ്മഫലം തരുന്ന ഇടമാണ് ശരീരം. അതുകൊണ്ട് ശരീരത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞു. അത് നശിക്കുന്നതുമാണ്. നശിക്കാതിരിക്കണമെങ്കിൽ ഇതെന്തു വേണം? ധർമ്മവുമായിട്ട് ചേരണം. അപ്പൊ ഭഗവാൻ പറയുന്നു, ഇതി ക്ഷേത്രം, ഇപ്രകാരം ക്ഷേത്രവും, തഥാ ജ്ഞാനം, അപ്രകാരം ജ്ഞാനവും, ജ്ഞേയം ച, ജ്ഞേയവും. അപ്പൊ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞേയം, അറിയേണ്ടത്. അതും സമാസതഃ എന്ന് പറഞ്ഞാൽ ചുരുക്കി ഉക്തം, ഞാൻ പറഞ്ഞു തന്നു. ഭഗവാൻ പറയുന്നു, ഇത്രയും കാര്യം ഞാൻ ചുരുക്കി പറഞ്ഞു തന്നു. മദ്ഭക്ത, എന്റെ ഭക്തൻ. ഭഗവാന് പറയാനുള്ളത് ഭക്തന്മാരോട്. അല്ലയോ ഭക്തന്മാരെ, വിളി കേൾക്കൂ. ഭഗവാന് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? ഇതാ പറയണു. മദ്ഭക്ത, എന്റെ ഭക്തൻ, ഏതത്, ഇതിനെ, വിജ്ഞായ, അറിഞ്ഞിട്ട്, മദ്ഭാവായ, പരമാത്മഭാവത്തിന് ഉപപദ്യതേ, യോഗ്യനായിത്തീരും. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ മാത്രം നീ ഞാനായി തീരാൻ യോഗ്യനായിത്തീരുന്നു. ഭഗവാൻ പറയണത് അല്ലെങ്കിൽ നീ യോഗ്യനേ അല്ല. നിന്നെ ആരൊക്കെ യോഗ്യൻ എന്ന് പറഞ്ഞാലും ഞാൻ യോഗ്യനെന്ന് പറയില്ല. അതുകൊണ്ട് ഒരു വേഷം കെട്ടും ഇവിടെ നടപ്പില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇത്രയേ ഭക്തൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായ പദ്ധതികളാണ്. ഭഗവാൻ പറയുന്നത് ഇതാ, ഞാൻ ഇതൊക്കെ ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചുരുക്കി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നീ അറിയുക,
എന്നിട്ട് നീ എന്നെ മദ്ഭാവായ ഉപപദ്യത്തെ, പരമാത്മഭാവത്തിന് നീ യോഗ്യനായി ഭവിക്കുന്നു. ഇവിടെയാണ് അസി എന്നത് ഭഗവാൻ. അസി സംഭവിക്കുന്നു. തത് ത്വം അസി, നീയും ഞാനും ഒന്നായി തീരുന്നു. എങ്ങനെയാണെങ്കിൽ പറഞ്ഞതൊക്കെ നീ ഉൾക്കൊള്ളുന്നുവെങ്കിൽ, ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കൂ. എന്താപ്പം? അതുകൊണ്ട് നമുക്ക് ഇതിലൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ പറയട്ടെ, നമുക്ക് എന്തൊക്കെയോ ചില ധാരണകളുണ്ട്. ഇതൊക്കെ നടക്കുമോ സ്വാമി? ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ട്, ഇതൊക്കെ വീണ്ടും വീണ്ടും എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇനിയും കുറെ ഉണ്ടാക്കണമെന്നുണ്ട്, വീട് വെക്കണമെന്നുണ്ട്. ഇപ്പൊ വീടിന്റെ മുകളിൽ ഒരു 2 മുറി 3 മുറി ഒരു അടുക്കളയും കൂടെ പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ട്. നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാടകയെങ്കിലും മതിയല്ലോ ഇനി കഴിയാൻ. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ സ്വാമി. അപ്പൊ അതിന്റെ ഇടയിൽ അതൊക്കെ ആഗ്രഹം വിരുദ്ധാന്നല്ലേ സ്വാമി പറഞ്ഞത്? അപ്പൊ ഇത് നടക്കുമോ? നോക്കട്ടെ എന്ന് ഇതും നടത്തി നോക്കൂ. ചിലപ്പോ അതും ഇതും ഒക്കെ നടന്നു എന്ന് വരും. ഏതായാലും നിങ്ങൾ നിരാശപ്പെടരുത്, നിരാശാവാദിയാവരുത്. ഇതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. നിങ്ങൾ നിരീശ്വരവാദി ആയിക്കോളൂ, കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും ഒരു നിരാശാവാദിയാവരുത് എന്ന് പറയും. അതുകൊണ്ട് സാധ്യമാണ്. ശനൈ ശനൈരുപരമേത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാവകാശം ആഗ്രഹങ്ങളൊക്കെ വെക്കുക. ഓരോ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്ന സമയത്ത് ഈ ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞോ എന്ന് ആലോചിക്കുക. എന്തൊക്കെയായിരുന്നു ആഗ്രഹം? വലിയ ആഗ്രഹം ഒന്നുമില്ലായിരുന്നു സ്വാമി, അല്ലേ? ഒന്നുമില്ലേ? ഒരു ചെറിയൊരു വീട്, എന്നിട്ട് ഭാര്യ, പിന്നെ 2 കുട്ടികൾ മതി, എന്നിട്ട് ഒരാണും ഒരു പെണ്ണും, ശരി, എന്നിട്ടിപ്പം അതൊക്കെ ഉണ്ട്, എന്നിട്ടോ പോരാ, പ്രശ്നങ്ങളാണ്, അല്ലേ? എവിടെയെങ്കിലും നിൽക്കുമോ? അവസാനിക്കുകയോ? ഇല്ല. അപ്പൊ അതും അങ്ങനെ ആ വഴിക്ക് പോട്ടെ, ഇതും ഈ വഴിക്ക് പോട്ടെ. നോക്കൂ, ഒരു ശ്രമം. ഭഗവാൻ പറയുന്നു, എന്റെ വഴിയിലൊന്ന് സഞ്ചരിക്കൂ. തുടർന്ന് പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദിയുഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിം പുരുഷം ച ഏവ വിദ്യ അനാദി ഉഭൗ അപി വികാരാൻ ച ഗുണാൻ ച ഏവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയെയും, പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെയും, പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ കൃതം, നല്ലവണ്ണം നിർമ്മിച്ചത്, ഉണ്ടാക്കിയത് പ്രകൃതി. പിന്നെ പ്രകരോതി ഇതി പ്രകൃതി എന്നുണ്ട്. മായ എന്നുള്ളത് പ്രകൃതിയാണ്. പ്രകൃതിയെയും പുരുഷം ച, പുരുഷനെയും, പുരുഷൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നവൻ എന്നുള്ളത്. പുരേ ശയനാദിതി പുരുഷ, പൂർണ്ണത്വാത് ഇതി പുരുഷ. ഈ പുരുഷ ശബ്ദം വളരെ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. ഇനിയും ഭഗവത്ഗീതയിൽ പല പുരുഷന്മാരെ കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. ഉത്തമ പുരുഷൻ, അക്ഷരപുരുഷൻ, പുരുഷോത്തമൻ 15-ാം അധ്യായത്തിൽ. അപ്പൊ പുരുഷന്മാരുടെ ഒരു കളിയാണ് അവിടെ. സ്ത്രീകളാരുമില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല എന്ന് പറയാം. പുരുഷം ച, പുരുഷനെയും, ഉഭൗ അപിയേവ, രണ്ടിനെയും തന്നെ. രണ്ടിനെയും, പ്രകൃതിയെയും പുരുഷനെയും. അനാദി, അതെന്താണ്? ആദിയില്ലാത്തതാണ്, ആരംഭം ഇല്ലാത്തതാണ് എന്ന് ത്വം വിദ്ധി, നീ അറിഞ്ഞാലും. ഇവിടെ നാം അറിയേണ്ടുന്ന ഒരു കാര്യം ഭഗവാൻ പറയുന്നു. എന്താണത്? പ്രകൃതിയും പുരുഷനും ഇത് രണ്ടും അനാദിയാണ്, ആദിയില്ലാത്തതാണ്. കാരണം ഇത് എന്നോ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി അതിന്റെ ആദിയെക്കുറിച്ച് അന്വേഷിക്കും വേണ്ട. വികാരാഞ്ച ഗുണാഞ്ച ഏവ, എന്നാൽ വികാരങ്ങളും ഗുണങ്ങളും, വികാരങ്ങൾ പല വികാരങ്ങളും, ഗുണങ്ങൾ തദനുസൃതങ്ങളായിട്ടുള്ള പല ഗുണങ്ങളും, പ്രകൃതി സംഭവാൻ, അതെല്ലാം എന്താണ്? പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ത്വം വിദ്ധി, നീ അറിയണം. അപ്പൊ പ്രകൃതിയും പുരുഷനും ആദിയാണ്. ആ ആദിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. അതായത് അത് അവ്യക്തമാണ്, അതിനൊരാരംഭമില്ല.
മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ദിവസം പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നു. മുട്ടയാണോ കോഴിയാണോ, ആരാണ് ആദ്യം ആരംഭിച്ചത് എന്ന അന്വേഷണം വ്യർത്ഥം. സബലീകൃതമാകാത്ത കോഴിയാണ് മുട്ട എന്നറിഞ്ഞാൽ ചോദ്യം അവസാനിച്ചു. മനസ്സിലാവുന്നുണ്ടോ? മുട്ട എന്നാൽ സബലീകൃതമാകാത്ത കോഴി, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് ചർച്ചകളോ ഡിബേറ്റുകളോ ഒന്നും വേണ്ട. വലിയ വാദകോലാഹലങ്ങൾക്കൊന്നും പോണ്ടെന്ന് പറയാം. അതുകൊണ്ട് എത്തുന്നില്ല, എവിടെ എത്തില്ല. അതുകൊണ്ട് വികാരാൻ ഗുണാഞ്ച ഏവ പ്രകൃതി സംഭവാൻ. ഒരു കോഴിമുട്ടയിൽ എന്തൊക്കെ വികാരങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെയാ അതിൽ നിന്ന് ആവിർഭവിക്കുന്നത്? ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ ആവിർഭവിക്കുന്നതാണ്. തുടർന്ന് കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷഃ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, ഈ അസി എന്നുള്ളതിൽ, ഇതിന്റെ താതാത്മ്യത്തില് നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു പൊരുത്തക്കേട് നമ്മൾ അനുഭവിക്കും. അതായത് ബുദ്ധിയുടെ തലത്തിൽ. എന്താണ് ഈ പൊരുത്തക്കേട്? അപ്പൊ ഈശ്വരനെ കുറിച്ച് പറയുമ്പം, ആത്മാവിനെ കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പം അതെല്ലാം പൂർണ്ണതയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. എന്നാൽ ജീവൻ എന്ന ഞാനോ അപൂർണതയാണ്. ഇപ്പൊ ഒന്ന് സർവജ്ഞനാണെങ്കിൽ ഞാൻ അല്പജ്ഞനാണ്, ഒന്ന് പൂർണ്ണമാണെങ്കിൽ ഒന്ന് അല്പമാണ്. അപ്പൊ എങ്ങനെ അല്പവും പൂർണ്ണവും തമ്മിൽ ചേരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ ഇത്യാദികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള അങ്ങേയറ്റം ശ്രുതി സമ്മതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്.